നിങ്ങൾ ആരെയെങ്കിലും ചര്യ പിന്തുടരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മരണപ്പെട്ടുപോയവരുടെ മാതൃക നിങ്ങൾ പിൻപറ്റുക. എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ഏതൊരാൾക്കും ഫിത്നയുണ്ട്. ഒരാളും ഫിത്നയിൽ നിന്ന് സുരക്ഷിതനല്ല. ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു പണ്ഡിതൻ, അദ്ദേഹം നാളെ ഫിത്നയിൽ വീഴാം. ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ ഒരു പ്രബോധകൻ നാളെ ഒരു പക്ഷേ നേരെ തിരിച്ചു പറയാം. അത് ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലുണ്ടായിരുന്നവരിൽ മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ കൂടെ പോയവരുണ്ട്. ജീവിച്ചിരിക്കുന്ന ആരും ഫിത്നയെ തൊട്ട് സുരക്ഷിതനല്ല. ഏതു വലിയ സംഘടനാ നേതാവാകട്ടെ, എത്ര വലിയ പണ്ഡിതനാകട്ടെ, അവരാരും ഫിത്നയെ തൊട്ട് സുരക്ഷിതരല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ആരെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്? ഉലായിക അസ്ഹാബ് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കളാണ് നമ്മുടെ മുന്നിലുള്ള മാതൃക. കാനു ഖൈറ ഹാദിഹിൽ ഉമ്മ. ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരാണ് സ്വഹാബാക്കൾ. സ്വഹാബത്തിനോളം ശ്രേഷ്ഠതയുള്ള ഒരാളും തന്നെയില്ല. 1,00,000-ലധികം സ്വഹാബികളുണ്ട്. 2000-ഓളം സ്വഹാബത്തിൻ്റെ പേരുകളെ നമുക്കറിയൂ. പേര് പോലും നമുക്കറിയാത്ത ഏതാനും സമയം മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചവരാണെങ്കിലും ആ സ്വഹാബത്തിൻ്റെ ഫളിലിലേക്ക്, സ്വഹാബത്തിൻ്റെ സ്ഥാനത്തേക്ക് നമ്മൾ എത്തുകയില്ല. ഒരിക്കൽ മഹാനായ ഹസനുൽ ബസ്രിയോട് ചോദിക്കപ്പെട്ടു, മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനാണോ സ്ഥാനം, ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസിനാണോ സ്ഥാനം? ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസിൻ്റെ സ്ഥാനം നമുക്കറിയാം. പലപ്പോഴും ആ പാട്ടുപോലും, അദ്ദേഹത്തെക്കുറിച്ചുള്ള പാട്ടുപോലും നമുക്ക് സുപരിചിതമാണ്. ഉണ്ട സഖി എന്ന് തുടങ്ങിയിട്ടുള്ള ആ പാട്ട് ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസിൻ്റെ ചരിത്രമാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ത്യാഗങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ പട്ടിണിയാണ്. ഇപ്പോൾ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസിൻ്റെ മഹത്വം അറിയുന്നവരും കേട്ടവരുമാണ് നമ്മൾ. അദ്ദേഹത്തിനാണോ ഫളിൽ, മുആവിയക്കാണോ? അദ്ദേഹം നൽകിയ മറുപടി, മുആവിയ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിയുടെ കൂടെ നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തിൻ്റെ മൂക്കിൽ തട്ടിയ പൊടിയുടെ സ്ഥാനം പോലും ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസിനില്ല. എന്ന് പറഞ്ഞാൽ ഒരു സ്വഹാബിയുടെ ഫളിലിലേക്ക് ഒരിക്കലും സ്വഹാബിയല്ലാത്ത ഒരാളെത്തില്ല. സ്വഹാബിയുടെ ദറജയിലേക്ക് സ്വഹാബിയല്ലാത്ത ഒരാൾ എത്ര അമല് ചെയ്താലും സ്വഹാബിയുടെ ഫളിലിലേക്ക് അവർക്ക് എത്താൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, സ്വഹാബത്ത് ഒരു മുദ്ദ് കൊടുത്തു. എന്താണ് മുദ്ദ്? നമുക്കറിയാം. 2 കൈകൊണ്ട് ഇങ്ങനെ കോരിയെടുത്താൽ ആ കിട്ടുന്നതാണ് ഒരു മുദ്ദ്. 4 കോരലാണ് ഒരു സാ. നോമ്പ് നോൽക്കാൻ കഴിയാത്തവർ അരസ ആണ് കൊടുക്കേണ്ടത്. അഥവാ 2 കോരൽ, ഒരു 1.5 കിലോ, ഒരു 1/300, അതാണ് ആ തൂക്കം വരിക. അപ്പൊ സ്വഹാബത്ത് ഒരു മുദ്ദ് കൊടുത്തു. ആ മുദ്ദ് എന്തുമാകാം. ഈത്തപ്പഴമാകാം, ഗോതമ്പാകാം, ബാർലിയാകാം, ചോളമാകാം, എന്തുമാകാം. നിങ്ങൾ ഉഹദ് മലയോളം സ്വർണം കൊടുത്തു. നമ്മൾ കൊടുത്തിട്ട് സ്വർണ്ണാണ്. നമ്മുടെ തൂക്കം ഉഹദ് മലയോളമാണ്. സ്വഹാബത്ത് കൊടുത്തത് ഒരു മുദ്ദാണ്. അത് സ്വർണ്ണല്ല, വെള്ളിയല്ല, ഗോതമ്പാണ്. സ്വഹാബത്തിൻ്റെ മുദ്ദിനോളം നിങ്ങളുടെ സ്വർണ്ണം എത്തൂല. നമ്മൾ എത്ര ചെയ്താലും സ്വഹാബത്തിനോളം ഫളിലില്ല, അവരുടെ ദറജയിലേക്ക് എത്തില്ല. ഇനി സ്വഹാബത്തിൻ്റെ മറ്റു പ്രത്യേകത എന്താണ്? അബർറഹാ ഖുലൂബൻ, ഏറ്റവും ഭക്തിസാന്ദ്രമായ ഹൃദയമുള്ളവരാണ്. അവരെപ്പോലെ അള്ളാഹുവിനെ പേടിച്ചവരില്ല. സ്വഹാബത്തിനെ പോലെ ഒരു പേടി നമുക്ക് പേടിക്കാനും കഴിയില്ല. അത്ര പുണ്യമുള്ള ഹൃദയമാണ് അവരുടേത്.
അഅമഖഹാ ഇൽമൻ, ആഴമേറിയ വിജ്ഞാനമാണ് അവർക്ക്. സ്വഹാബത്തിന്റെ ഇൽമിലേക്ക് നമുക്കെത്താൻ കഴിയില്ല. വഅഖല്ലഹാ തകല്ലുഫൻ, നാട്യങ്ങൾ അറിയില്ല. ഉള്ളിലൊന്നു വെച്ച് പുറത്തൊന്ന് അഭിനയിക്കാൻ അവർക്കറിയില്ല. അവരുടെ ഉള്ളും പുറവും ഒന്നാണ്. പുറമേ പുണ്യവാളന്മാരും ഉള്ളിൽ പിശാചിന്റെ കൂട്ടാളികളും അത് നമുക്ക് പറ്റും. സ്വഹാബത്തിനതില്ല. ഉള്ളിലൊരു സ്വഭാവം പുറത്തൊരു സ്വഭാവം അതില്ല. നാട്യങ്ങൾ അവർക്കറിയില്ല. ഖൗമുൻ ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബത്തി നബിയിഹി, സ്വഹാബത്തിനെ അല്ലാഹ് തിരഞ്ഞെടുത്തവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കാൻ ഇഖ്താറഹുമുല്ലാഹ്, അല്ലാഹ് അവരെ തെരഞ്ഞെടുത്തു. നമ്മൾ കരുതിയിട്ടുള്ളത് സ്വഹാബത്ത് ഇങ്ങനെ ആ കാലഘട്ടത്തിൽ യാദൃശ്ചികമായി അവർ ജനിച്ചു, അതുകൊണ്ട് അവർ നബിയെ കണ്ടു, അതുകൊണ്ട് അവർ സ്വഹാബികളായി. നമ്മൾ യാദൃശ്ചികമായി ഈ കാലഘട്ടത്തിൽ ജനിച്ചു, അതുകൊണ്ട് നമുക്ക് നബിയെ കാണാൻ കഴിഞ്ഞില്ല. നമ്മൾ അന്ന് ജനിച്ചാൽ നമ്മളും ആ ദർജയിലേക്ക് എത്തുമായിരുന്നു. അതല്ല. ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബത്തി നബിയിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കാൻ അല്ലാഹ് തിരഞ്ഞെടുത്തു. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരിലേക്കും നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കാൻ അല്ലാഹ് തിരഞ്ഞെടുത്തവരാണ് സ്വഹാബികൾ. നമ്മൾ എന്തുകൊണ്ട് അന്ന് വന്നില്ല? നമ്മൾ അതിന് യോഗ്യരല്ല. നബിയെ കാണാൻ നമ്മൾ യോഗ്യരല്ല. നബിയുടെ കൂടെ ജീവിക്കാൻ നമ്മൾ യോഗ്യരല്ല. ആ ഫളിലിന് നമുക്ക് യോഗ്യതയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ തലമുറക്കാരായത്. അപ്പം ആ സ്വഹാബത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടുകൂടെ അവർ സ്വീകരിച്ച രൂപത്തിൽ ഓരോ കാര്യങ്ങളും നമ്മളൊന്ന് ക്രമീകരിക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ വിഷയം, അവരെങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ സ്വീകരിച്ചു. പ്രവാചകൻ ഒരു കാര്യം പറയുമ്പോൾ സ്വഹാബത്ത് എങ്ങനെ സ്വീകരിച്ചു, അങ്ങനെ ഇസ്ലാമിക കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയേണ്ട താമസം സ്വഹാബത്ത് അത് ജീവിച്ചു കാണിച്ചു തന്നു. നബി പറഞ്ഞ രൂപത്തിൽ ജീവിക്കുകയാണെങ്കിൽ എല്ലാം ലളിതാണ്, ഒന്നും പ്രയാസമില്ല. ഇസ്ലാമിലെ കല്യാണവും ഇസ്ലാമിലെ മരണവും ഒക്കെ ലളിതമാണ്. കല്യാണത്തിനൊരു പ്രയാസമില്ല, മരിച്ചോടത്തും ഒരു ഇടങ്ങേറില്ല, എല്ലാം ലളിതമാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് വലിയ ധനാഢ്യനാണ്, വലിയ സമ്പന്നനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ചെലവ് ഏറ്റെടുത്തത്, പ്രവാചകന്റെ ഭാര്യമാരുടെ ചെലവ് ഏറ്റെടുത്തത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫാണ്. ആയിഷ ബീവി പറഞ്ഞിട്ടില്ല, അബ്ദുറഹ്മാൻ എന്തിനാണ് എൻ്റെ പൈസ? എൻ്റെ പൈസൻ്റെ ആവശ്യം എന്തിനാ? നബിൻ്റെ ഖബറിൻ്റെ റൂമിലില്ലേ, ആ ഖബറിൻ്റെ അരികിൽ കൊല്ലത്തിലൊരു സ്വലാത്ത് നടത്തിയാൽ, ഇടയ്ക്കൊരു ചന്ദനക്കുടം നടത്തിയാൽ, ഇടയ്ക്കൊരു പെട്ടിവരവ് നടത്തിയാൽ എനിക്ക് ജീവിക്കാനുള്ളത് കിട്ടൂലേ എന്ന് പറഞ്ഞിട്ടില്ല. ഖബറുകൊണ്ടൊരു വരുമാനവും നമ്മുടെ ഉമ്മ ഉണ്ടാക്കിയിട്ടില്ല. നമ്മുടെ ഉമ്മ എന്നല്ല, സ്വഹാബികളിൽ ഒരാളും ഒരു 5 പൈസ പോലും ഖബറുകൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല. ഖബർ അവർക്ക് ആഖിറത്തെ ഓർക്കാനായിരുന്നു, ഖബർ അവർക്ക് കണ്ണ് നനക്കാനായിരുന്നു, ഖബർ അവർക്ക് പരലോകത്തെ ഓർക്കാനായിരുന്നു. അതുകൊണ്ടാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഖബറിൻ്റെ അരികിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ കരയും, കണ്ണ് നനയും. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നബി ഇങ്ങനെ നോക്കുമ്പോൾ ഷർട്ടിലുണ്ട് സ്ത്രീകൾ ഉപയോഗിക്കുന്ന സുഗന്ധം. ഇപ്പം സ്ത്രീകൾക്ക് മണിയറയിൽ സുഗന്ധം ഉപയോഗിക്കാം, പുറത്തേക്ക് അന്യപുരുഷന്മാർ ആകർഷിക്കുന്ന രൂപത്തിലുള്ള സുഗന്ധമാണ് വിരോധിച്ചത്. ഇപ്പോൾ അബ്ദുറഹ്മാന്റെ ഡ്രസ്സിലുണ്ട് സ്ത്രീകൾ ഉപയോഗിക്കുന്ന സുഗന്ധം. അപ്പം നബി ചോദിക്കാണ്, അബ്ദുറഹ്മാനെ കല്യാണം കഴിഞ്ഞോ? എൻ്റെ കല്യാണം കഴിഞ്ഞു അബ്ദുറഹ്മാൻ. നമ്മൾ ആലോചിക്കേണ്ടത് മദീനയിലെ ഖാദിയാണ് റസൂലുള്ളാഹി, മദീനയിലെ പള്ളി സെക്രട്ടറിയാണ്, പള്ളി പ്രസിഡന്റാണ്, ഖത്തീബാണ്, എല്ലാം അള്ളാഹിൻ്റെ റസൂലാണ്.
ആ നബിനെ കല്യാണം വിളിച്ചിട്ടില്ല. അള്ളാഹിൻ്റെ റസൂല് കല്യാണം അറിഞ്ഞിട്ടില്ല. നബി അതോടുകൂടെ അബ്ദുറഹ്മാൻ എല്ലാ ബന്ധവും ഇതോടുകൂടെ തീർന്നു. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്. കല്യാണത്തിൻ്റെ സമയത്ത് മോളെ കല്യാണം കഴിപ്പിച്ച് അയച്ച വീട്ടിൽ നിന്ന് നേരിട്ട് വന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ അതോടുകൂടെ ബന്ധം തീർന്നു. കല്യാണം വിളിക്കണ്ട. സ്വർണ്ണം എടുക്കാൻ പോകുന്നത് മൂത്ത അമ്മോനെ വിളിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ പേരിൽ ബന്ധം മുറിഞ്ഞു. എടുത്ത ഡ്രസ്സ് അമ്മായിക്ക് കാണിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിൽ അതിൻ്റെ പേരിൽ ബന്ധം മുറിച്ചു. ഓരോ മാമൂലുകളാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തൻ്റെ കല്യാണം അള്ളാഹിൻ്റെ റസൂൽ അറിഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി എന്തെങ്കിലും പരാതി പറഞ്ഞോ? ഔലിം വലൗ ബിഷാത്ത്. അബ്ദുറഹ്മാനെ ഏതായാലും കല്യാണം വിളിച്ചില്ല, എന്നാൽ ഒരു ആടിനെ അറുത്തിട്ടൊരു വലിയമെങ്കിലും കൊണ്ട, ചിലവെങ്കിലും കിട്ടട്ടെ, ചിലവ് കൊണ്ട നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ. ജാബിർ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഉപ്പ ഉഹദിൽ ഷഹീദായി. 7 അനിയത്തിമാരാണ് താഴെ ഉള്ളത്. ഇപ്പൊ നബി ഒരിക്കൽ തട്ടിയിട്ട് ചോദിക്കാണ്, ജാബിറെ ഒരു പെണ്ണൊക്കെ കെട്ടണ്ടേ, കല്യാണമൊക്കെ കഴിക്കണ്ടേ? അപ്പം അദ്ദേഹത്തിൻ്റെ മറുപടി, നബിയെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ആ കല്യാണവും പള്ളി സെക്രട്ടറി അറിഞ്ഞിട്ടില്ല, പള്ളി പ്രസിഡന്റ് അറിഞ്ഞിട്ടില്ല, ഖാദി അറിഞ്ഞിട്ടില്ല, റസൂലുള്ളാഹി അറിഞ്ഞിട്ടില്ല, ജാബിർ റളിയല്ലാഹു തന്റെ കല്യാണം അറിഞ്ഞിട്ടില്ല. ഇപ്പൊ നബി ചോദിക്കാണ്, ജാബിറെ എന്നാ കന്യകയാണോ അതല്ല വിധവയാണോ? നബിയെ ഒരു വിധവയാണ് കല്യാണം കഴിച്ചത്. എന്തു പറ്റി ജാബിറെ? ചെറുപ്പക്കാരനല്ലേ? ചെറുപ്പല്ലടാ, ഒരു കന്യകയെ കല്യാണം കഴിച്ചുകൂടായിരുന്നു? നബിയെ വീട്ടിൽ ചെറിയ പെങ്ങന്മാരാണ്, അവർക്കൊരു ഉമ്മയെ കൂടെയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ഞാനിത് ആമുഖമായി പറഞ്ഞു വെക്കാനുള്ള കാരണം, ഇസ്ലാമിലെ ഏത് കാര്യവും ലളിതാണ്. ഇബാദത്താകട്ടെ, കല്യാണമാകട്ടെ, ആചാരങ്ങളാകട്ടെ, അതൊന്നും നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ഒന്നില്ല. നമ്മൾ കുറേ മാമൂലുകൾ ഉണ്ടാക്കി നമ്മൾ പ്രയാസത്തിലേക്ക് പോവുകയാണ്. ഇനി സ്വഹാബത്ത് എങ്ങനെയാണ് പ്രമാണങ്ങളെ സ്വീകരിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യത്തെ സ്വഹാബത്ത് എങ്ങനെ സ്വീകരിച്ചു? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നടത്തുന്നു. ചില സംഭവങ്ങൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു പോകും. അതിൽ നിന്ന് നമ്മൾ എങ്ങനെ പ്രമാണം സ്വീകരിക്കണം, എങ്ങനെ സ്വഹാബത്ത് ദീന് സ്വീകരിച്ചു എന്ന് നമുക്ക് കിട്ടും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നടത്തുമ്പോൾ ഖുതുബയിൽ പറഞ്ഞു, ഇജ്ലിസൂ, നിങ്ങൾ ഇരിക്കണേ. ഫസമിഅ ദാലിക ഇബ്നു മസ്ഊദ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അത് കേട്ടു. കുറച്ച് വൈകിട്ടാണ് പള്ളിയിലേക്ക് വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുതുബ എന്ന് പറഞ്ഞാൽ സാന്ദർഭികമായിരുന്നു. ആ ഖുതുബയിൽ പരിവർത്തനങ്ങളുണ്ടായി, മാറ്റങ്ങളുണ്ടായി. ഒരു എഴുതിയ സാധനം ഇങ്ങനെ വായിച്ചു പോവല്ല ചെയ്തത്. സ്വഹാബത്തിന്റെ ഖുതുബയും അങ്ങനെയാണ്. സ്വഹാബത്ത് അള്ളാഹിന്റെ റസൂൽ നടത്തിയ ഖുതുബ എഴുതിയിട്ട് ഇങ്ങനെ വായിക്കല്ലല്ലോ ചെയ്തത്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല ഒരിക്കൽ ഖുതുബ നടത്താൻ, അപ്പോഴാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വൈകി പള്ളിയിലേക്ക് വരുന്നത്. ഖുതുബയിൽ മിമ്പറിൽ നിന്ന് ഉമർ റളിയല്ലാഹു തആല ചോദിച്ചു, ഉസ്മാൻ ഇപ്പോഴാണോ പള്ളിയിലേക്ക് വരുന്നത്? ബാങ്ക് കൊടുത്തില്ലേ? ഖുതുബ ആരംഭിച്ചില്ലേ? ഇപ്പോഴാണോ വരുന്നത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ മറുപടി, നബി ഉമറെ തോട്ടത്തിൽ പണിയിലായിരുന്നു, ബാങ്ക് കേട്ടപ്പോഴാണ് ഓർമ്മ വന്നത് ജുമുഅയാണല്ലോ, പണി അവിടെ നിർത്തി ഉടനെ ഞാൻ ഓടി വന്നു, വുളൂ ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് വന്നു. അപ്പൊ ഒരു കാര്യം കൂടെ ഉമർ ഖത്താബ് പഠിപ്പിച്ചു കൊടുത്തു, വുളൂ ചെയ്തിട്ടേ ഉള്ളൂ, വെള്ളിയാഴ്ച കുളിക്കണമെന്നത് നബിയുടെ സുന്നത്തല്ലേ, താങ്കൾ കുളിച്ചിട്ടില്ലേ? ഒരു നന്മ കൂടെ ഉമർ ഖത്താബ് പഠിപ്പിച്ചു കൊടുത്തു. അതാണ് ഖുതുബ. മാറ്റമുണ്ടായി, പരിവർത്തനം ഉണ്ടായി. ഓരോ ഖുതുബ കഴിയുമ്പോഴും പുതിയ പുതിയ അമലുകൾ അവർ ചെയ്തു. ഇവിടെ സ്വഹാബി കരുതി, ഇബ്നു മസ്ഊദ് കരുതി നബി തന്നോടാണ് പറഞ്ഞത്. ആ വരുന്ന വഴിയിലിരുന്നു. ഫജലസ അലാ ബാബിൽ മസ്ജിദ്, ആ പള്ളിയുടെ വാതിലിൽ അദ്ദേഹം ഇരുന്നു. ഫറആഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി അത് കണ്ടു. ഫഖാൽ തആൽ യാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, ഓ അബ്ദുള്ള നിങ്ങൾ വരീൻ, അവിടെ ഇരിക്കല്ല, ഞാൻ ഖുതുബയിൽ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിപ്പിച്ചു. അപ്പൊ ഇരിക്കാൻ പറഞ്ഞു, അവിടെ ഇരുന്നു, വേറൊന്നും ആലോചിച്ചിട്ടില്ല. ഒരു സ്വഹാബി ഒരു സ്വർണ്ണമോതിരം ധരിച്ചിട്ടുണ്ട്. സ്വർണം പുരുഷന് ഹറാമാണ്. ഈ ഉമ്മത്തിലെ പുരുഷന്മാർക്ക് അത് 6 മാസമായ കുട്ടിയാകട്ടെ, 2 വയസ്സായ കുട്ടിയാകട്ടെ,
60 വയസ്സായ വല്ലിപ്പയാകട്ടെ, ആരാകട്ടെ, അത് പൂതിക്ക് വല്യമ്മാന്റെ പൂതിക്കൊന്ന് കെട്ടിയതാകട്ടെ, ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ 2 ദിവസത്തിന് ഇട്ട് നോക്കിയതാകട്ടെ, പുരുഷനാണോ? ഈ ഉമ്മത്തിലെ പുരുഷന്മാർക്ക് സ്വർണം ഹറാമാണ്, നിഷിദ്ധമാണ്. കുട്ടിക്ക് മതവിധി ബാധകല്ല, കുട്ടിക്ക് കുറ്റം കിട്ടില്ല. എന്നാൽ അത് ധരിപ്പിച്ച മാതാപിതാക്കൾ റബ്ബിന്റെ കോടതിയിൽ കുറ്റക്കാരാണ്. സ്വർണമോതിരം ഊരി നബി വലിച്ചെറിഞ്ഞു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നരകത്തിൽ നിന്നുള്ള ഒരു തീജ്വാലയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അദ്ദേഹം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയതിന് ശേഷം സഹാബികൾ പറയാണ്, ഹുദ് ഖാതമക് ഇൻതഫി ബിഹി, ആ സ്വർണ്ണമോതിരം എടുത്തോ, അതിൽ നിന്ന് എനിക്ക് ഉപകാരം എടുക്കാലോ. നിനക്ക് ധരിക്കാനല്ലേ വിരോധമുള്ളൂ, ഭാര്യക്ക് കൊടുക്കാലോ, പെൺകുട്ടികൾക്ക് കൊടുക്കാലോ, അത് വിറ്റ് അതിൻ്റെ പൈസ ഉപയോഗിക്കാലോ. അപ്പൊ അതെടുത്തോ, സ്വർണ്ണം എടുത്തോ. സ്വഹാബിയുടെ മറുപടി, ലാ വല്ലാഹ്, അല്ലാഹു തന്നെയാണ് സത്യം, ഇല്ല. ലാ ആഖുദുഹു അബദാ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കിയ ഒന്നെൻ്റെ ജീവിതത്തിൽ ഇനിയില്ല. അള്ളാന്റെ റസൂലുള്ളാഹി വലിച്ചെറിഞ്ഞ ഒന്ന് ഞാൻ എടുത്തു കൊണ്ടുവരേ. ലാ വല്ലാ, അള്ളാഹു തന്നെയാണ് സത്യം, ഞാനത് ചെയ്യില്ല. ദീനിലെ ഒരു കാര്യം അറിയേണ്ട താമസം സ്വഹാബത്ത് മാറി, വഹ്യ് കിട്ടി അവർ മാറി. സമൂഹം എന്ത് കരുതും, നാട്ടുകാരെന്ത് ചിന്തിക്കും, ഒന്നുമില്ലല്ലോ. ഹിജാബിന്റെ ആയത്തിറങ്ങി. അടുത്ത സുബഹി നമസ്കാരം ആയിഷ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, സ്ത്രീകൾ അവർക്ക് സ്വന്തമായി ശരീരം മറക്കാൻ വസ്ത്രങ്ങളില്ലാത്തവർ കൂട്ടുകാരിയോട് കടം വാങ്ങിയിട്ട് വന്നു. കൂട്ടുകാരിൻ്റെ ഡ്രസ്സ് വാങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത്. അവർ ചിന്തിച്ചിട്ടില്ല, ഞാൻ ഈ ഡ്രസ്സ് ഏറ്റ് വന്നാൽ ഇത് ആമിനാൻ്റെ അതെന്ന് മനസ്സിലാവൂലേ, ഇത് ആയിഷാൻ്റെ അന്ന് മനസ്സിലാകൂലേ, ഒന്നുമില്ല. അതിനപ്പുറത്ത് ഇസ്ലാമിൽ ഒരു നിയമം വന്നു, ഞാൻ എൻ്റെ ശരീരം മറക്കണം. മറക്കാൻ തുണിയില്ലാത്തവർ ഇലകൾ കൊണ്ട് അവരുടെ ശരീരം മറച്ചു. ഹദീസിൽ കാണാം, ഇലകൾ കൊണ്ട് ശരീരം മറച്ചവർ വന്നു നിന്നു. സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ വലിയ അതിസമ്പന്നരൊന്നുമല്ല, കൊടും പട്ടിണിയിൽ കഴിഞ്ഞവരാണ് സ്വഹാബത്തിൽ പലരും. നമ്മൾ നോമ്പിന് സഹിക്കുന്നത് പട്ടിണിയല്ല, വിശപ്പാണ്. വിശപ്പും പട്ടിണിയും വ്യത്യാസമുണ്ട്. വിശപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മഗ്‌രിബിന് നോമ്പ് തുറന്നാൽ കിട്ടും, 3-4 നേരം ഭക്ഷണമുണ്ട്, കുറച്ച് നേരം ഒന്ന് സഹിക്കണം, അത് വിശപ്പാണ്. പട്ടിണി അതല്ല, എപ്പോൾ കിട്ടുമെന്നറിയില്ല, എപ്പോൾ കിട്ടുമെന്നറിയാത്ത ആ ഒരു പ്രയാസം ഉണ്ടല്ലോ, അതാണ് സ്വഹാബത്ത് അനുഭവിച്ചത്. 70 സ്വഹാബികളുടെ സമ്പാദ്യം എന്നുള്ളത് ഒരു ഇസാറാണ്. 70 സ്വഹാബത്തിന് ദുനിയാവിലുള്ളത് ഒരു ഇസാറു മാത്രം. ഇസാർ എന്ന് പറഞ്ഞാൽ ഉംറക്ക് പോകുന്നവരെ നമുക്ക് കണ്ടിട്ടുണ്ടാകും, അരയിലൊരു തുണി എടുക്കും, ചുമലിലൊരു തുണി ഇടും. അരയിലെടുക്കുന്ന തുണിയാണ് ഇസാർ, ചുമലിലിടുന്ന തുണിയാണ് റിദാ. 70 സ്വഹാബത്തിന്റെ ദുനിയാവിലെ സമ്പാദ്യം ഒരു ഇസാർ, ഒറ്റ തുണി. നിസ്കരിക്കുമ്പോൾ ചുമല് മറയണം. നബി പറഞ്ഞു, ആ തുണി ഒന്നിങ്ങനെ കഴുത്തിലൂടെ കെട്ടു, എന്നിട്ട് നിസ്കരിക്കൂ. സുജൂദിൽ പോയാൽ ഒരുപക്ഷെ ഔറത്ത് വെളിവാകും. അള്ളാന്റെ റസൂല് പറഞ്ഞു, പുരുഷന്മാര് സുജൂദിൽ നിന്ന് എഴുന്നേറ്റിട്ടല്ലാതെ സ്ത്രീകൾ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കരുത്. പുതക്കാനൊരു പുതപ്പ് അവർക്കില്ല, തലചായ്ക്കാനൊരു വീട് അവർക്കില്ല, വിശപ്പിന് ഭക്ഷണം അവർക്കില്ല. പക്ഷെ ആ പട്ടിണിയിൽ ദീൻ അവർക്ക് പ്രയാസമായിട്ടില്ല, ഒരു നിസ്കാരം അവർ നഷ്ടപ്പെടുത്തിയിട്ടില്ല. ആ സ്വഹാബത്ത് സ്വതക്ക ചെയ്തിട്ടുണ്ട്. ചിന്തിക്കാൻ കഴിയോ? നമ്മൾ പലപ്പോഴും ശൈത്താൻ ഒരു നല്ലൊരു പ്രസംഗം കേട്ടാൽ നമ്മൾക്ക് തന്നെ തോന്നും സ്വതക്ക ചെയ്യണം. അപ്പൊ ശൈത്താൻ പറയും, അടുത്ത മാസം കൊടുത്തു, അപ്പൊ കുറച്ചുകൂടെ കൊടുക്കാൻ കഴിയും. ഇപ്പൊ റമദാന്റെ തുടക്കമല്ലേ, അവസാനത്തെ 10 കുറച്ചുകൂടെ കൂലി കിട്ടും, അപ്പൊ അവസാനത്തെ 10 കൊടുത്തു. ഇങ്ങനെ നീട്ടി കൊണ്ടുപോകും. സ്വഹാബത്തിന് എന്താ ഉള്ളത് ദുനിയാവിൽ? ഒരു ദിവസം ഒരു സഹാബി പള്ളിയിലേക്ക് വരാൻ ഒരു ബസൽ, ഒരു ഉള്ളിയാണ് കയ്യിലുള്ളത്, ഒറ്റ ഉള്ളി, ഒരു ഉള്ളി കൊണ്ടുണ്ട് പള്ളിയിലേക്ക് വരുന്നു സഹാബി.
മറ്റൊരു സഹാബി ചോദിച്ചു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളി തിന്ന് പള്ളിയിലേക്ക് വരരുത് എന്ന് പറഞ്ഞിട്ടില്ലേ? ഉള്ളിക്കൊരു സ്മെല്ലുണ്ടാകും, ദുർഗന്ധം. ഇപ്പോൾ ദുർഗന്ധം കൊണ്ട് പള്ളിയിൽ വന്ന് നിൽക്കരുത്, കൂടെ ഉള്ളവർക്ക് പ്രയാസാകും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്താ അന്നൊരു ഉള്ളിയേറ്റൊരു വരവ്? അദ്ദേഹത്തിൻ്റെ മറുപടി, ഓരോ വക്തിലും ഞാനൊരു സ്വതക്ക ചെയ്യും. എൻ്റെ വീട്ടിൽ ഉള്ളിയല്ലാതെ വേറൊന്നുമില്ല. ഇന്നെനിക്ക് സ്വതക്ക കൊടുക്കാൻ എൻ്റെ വീട്ടിൽ ഉള്ളിയല്ലാതെ ആകെ വീട്ടിലുള്ളൊരു സമ്പാദ്യം ഒരു ഉള്ളിയാണ്. അത് കൊടുക്കാനാണ് അതെടുത്തു വന്നിട്ടുള്ളത്. അതേ ഉള്ളൂ, വേറെ എന്തുണ്ടാകും എന്ന് ചിന്തിച്ചിട്ടില്ല അവർ. അതായിരുന്നു അവരുടെ ജീവിതം. കിട്ടുന്നതിൽ നിന്ന് അവർ പകുത്തു നൽകി, കുറെ ഉണ്ടായിട്ടല്ല കൊടുത്തത്. ഞാൻ പറയുന്നത്, റമദാനിൽ ഓരോ ദിവസത്തിലും ഒരു ചെറിയ സ്വതക്ക നമുക്ക് വേണം. ഏത് ദിവസത്തിലാണ് റബ്ബ് സ്വീകരിക്കാമെന്ന് നമുക്കറിയില്ല. 1000 ഉണ്ടോ, അവസാനത്തെ 10 ഓരോ ദിവസവും 100 കൊടുത്തോളി. ഒറ്റയായ രാവ് മാത്രമല്ല, ഓരോ ദിവസത്തിലും നമ്മൾ കൊടുക്കണം. എന്നാണ് ലൈലത്തുൽ ഖദർ നമുക്ക് കിട്ടുക അറിയില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അസ്ഹാബ് സുഫയിൽ പെട്ട ആളാണ്. മദീന പള്ളിയിൽ ഒരു ഓരത്തിങ്ങനെ കഴിയും. ആരെങ്കിലും വല്ലതും കൊടുത്താൽ അത് കഴിക്കും. ആ പട്ടിണി കിടന്ന സ്വഹാബിയാണ് ഏറ്റവും അധികം ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ഈത്തപ്പഴം കൊടുത്തു കയ്യിൽ. 2 ഈത്തപ്പഴം റസൂലുള്ളാഹി കൊടുത്തു എല്ലാവർക്കും. അബൂ ഹുറൈറ 1 കഴിച്ചു, 1 കയ്യിൽ ഇങ്ങനെ പിടിച്ചു. നബി ഇത് കണ്ടു. നബി ചോദിച്ചു, അബൂ ഹുറൈറ എന്തേ ഒരു ഈത്തപ്പഴം മാറ്റി വെച്ചത്? നബിയെ, ഉമ്മാക്കാണ്. അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ ഉമ്മാക്കാണ്. അതാണ് ഇസ്ലാം. അതാണ് മാതാപിതാക്കൾക്ക് ഇസ്ലാം നൽകുന്ന സ്ഥാനം. 2 ഈത്തപ്പഴം ഒരു മനുഷ്യൻ തിന്നാൽ എവിടെ എത്താനാണ്? ഒരു ദിവസം കിട്ടിയ ഭക്ഷണം അതേ ഉള്ളൂ. അതിലൊന്ന് കടിച്ചിട്ട് ഒന്നെൻ്റെ ഉമ്മച്ചിക്ക് എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ആ ഒരു സംസ്കാരം ഉണ്ടല്ലോ, അതിലാണ് ബറക്കത്ത്, അതിലാണ് എല്ലാ ഖൈറും ഉള്ളത്. അതെവിടെ നമുക്ക് പരാജയപ്പെടുന്നുവോ അവിടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഖൈറും നഷ്ടപ്പെടും. ഞാൻ പറഞ്ഞു വരുന്നത് സ്വഹാബത്ത് സ്വീകരിച്ച രൂപമാണ്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഷാമിലേക്ക് യാത്ര പോവുകയാണ്. അംവാസിൽ കൂട്ടമരണങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ലോകാവസാനത്തിൻ്റെ അടയാളമാണ്. നമ്മൾ പല കാര്യങ്ങളും കരുതിയിട്ട് അതൊക്കെ ഇനി ഇൻഷാ അല്ലാഹ് സംഭവിക്കും. അതൊക്കെ ഉമർ ഖത്താബിൻ്റെ കാലഘട്ടത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. ചന്ദ്രൻ പിളരും, നമ്മളിങ്ങനെ വിചാരിച്ചിരിക്കണം, ചന്ദ്രൻ പിളരും, ലോകാവസാനത്തിൻ്റെ അടയാളം ഇനി സംഭവിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ച് കാണിച്ചു കൊടുത്തു. ഹിറയുടെ, ഇത് എവിടെ? മക്കയിൽ, മദീനയിൽ പോലും അല്ല, മക്കയിൽ ഹിറയുടെ 2 ഭാഗത്തുമായി ചന്ദ്രൻ ഇങ്ങനെ മാറി നിൽക്കുന്നു. സ്വഹാബത്തിനെ ചൂണ്ടി റസൂലുള്ളാഹി പറഞ്ഞു, ഇഷ്ഹദൂ, നിങ്ങൾ സാക്ഷ്യം വഹിക്കണേ, നിങ്ങൾ സാക്ഷികളാകൂ. ഇതാ ലോകാവസാനത്തിൻ്റെ അടയാളത്തിന് സാക്ഷികളാകൂ സ്വഹാബ. ഞാൻ പറഞ്ഞു വരുന്നത്, ഷാമിലേക്ക് ഉമർ റളിയല്ലാഹു തആല അൻഹു പോകുന്നു. അപ്പോഴാണ് അവിടെ പ്ലാഗ് രോഗം ബാധിച്ചിട്ടുണ്ട്. പ്ലാഗ് ബാധിച്ച് സ്വഹാബത്തിൽ പലരും മരണപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ സ്വഹാബത്തിൻ്റെ പേര് വിളിച്ചിട്ടാണ് മാറാവ്യാധികളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നത്. ബദറുമാല പാടി ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് വലായിൽ നിന്ന്, മുസീബത്തുകളിൽ നിന്ന് ബദരീങ്ങളാൽ തുണ റബ്ബന എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ. ആ ബദരീങ്ങളിൽപ്പെട്ട ബിലാൽ റളിയല്ലാഹു തആല അൻഹു പ്ലാഗ് ബാധിച്ചാണ് മരണപ്പെടുന്നത്. ആ ബദരീങ്ങളിൽപ്പെട്ട മുആദ് ഇബ്നു ജബൽ പ്ലാഗ് ബാധിച്ചുകൊണ്ടാണ് മരണപ്പെടുന്നത്. എത്രയോ ബദരീങ്ങൾ മരണപ്പെട്ടു. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അവിടേക്ക് പോകാൻ മനസ്സിങ്ങനെ വെമ്പി നിൽക്കുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട സ്വഹാബത്താണ് മരണപ്പെട്ടു വീഴുന്നത്. ഓരോ ദിവസത്തിലും മരണവാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല പോകാൻ നേരത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് കൈപിടിച്ചു. ഉമർ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഉമർ, ഒരു നാട്ടിൽ പ്ലാഗ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതില്ലാത്ത നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോകരുത്. ഒരു നാട്ടിൽ ഒരു പകർച്ചവ്യാധി ഉണ്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകരുത്, അവിടെ നിന്ന് ഈ നാട്ടിലേക്കും വരരുത്, അവരാ നാട്ടിൽ നിൽക്കണം. ഇത് പറഞ്ഞത് റസൂലുള്ളാഹിയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അവിടെ നിന്നു.
ആ യാത്ര അവിടെ അവസാനിപ്പിച്ചു. ഇതാണ് നമ്മുടെ നിലപാട്. ഏതൊരു വിഷയത്തിലും സ്വഹാബത്ത് സ്വീകരിച്ചതുപോലെ പ്രമാണങ്ങളിൽ ഒരു കാര്യം കണ്ടോ അത് നമ്മൾ അവിടെ നിൽക്കാൻ, സ്വഹാബത്ത് നിന്നേടത്ത് നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവർക്കൊരു കാര്യം ഒഴിവാക്കാൻ തടസ്സമായിട്ടില്ല. ഉഖ്ബ റളിയല്ലാഹു തആല അൻഹു കല്യാണം കഴിഞ്ഞു. ഫഅതതുഹു ഇംറഅ, ഒരു പെണ്ണ് അദ്ദേഹത്തിന്റെ അരികിലേക്ക് വന്നു. ഫഖാലത്ത്, എന്നിട്ട് ആ പെണ്ണ് പറഞ്ഞു, ഖദ് അർലഅതു ഉഖ്ബ വല്ലതി തസവ്വജ. ഉഖ്ബ, നിനക്കും കല്യാണം കഴിച്ച ആ പെണ്ണിനും ഞാൻ പാല് തന്നിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും മുലകുടി ബന്ധത്തിലുള്ള സഹോദരീ സഹോദരന്മാരാണ്. റസൂലുള്ളാഹിയുടെ അരികിലേക്കാണ് വരുന്നത്. എന്തിനാ വരുന്നത്? നബിയെ, എന്ത് ചെയ്യണം? മുലകുടി ബന്ധമുണ്ടോ? വിവാഹം നിഷിദ്ധാണ്. ഇന്നലെ വരെ കൂടെ കഴിഞ്ഞ ഭാര്യയുമായി ഞാൻ പിരിയണോ എന്ന് ചോദിക്കാനാണ് വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, വഖദ് ഖീൽ, ആ വിഷയം പറയപ്പെട്ട് കഴിഞ്ഞു. മുലകുടി ബന്ധമുണ്ടോ? വേർപിരിഞ്ഞേ തീരൂ. ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല, ബന്ധം വേർപ്പെടുത്തണം. ഫഫാറഖഹ, അവർ അതോടുകൂടി ആ ബന്ധം വേർപ്പെടുത്തി എന്നാണ്. വീട്ടിലേക്ക് ചെന്ന് സ്വന്തം ഭാര്യയോട് നമുക്ക് പിരിയാം എന്നു പറയാൻ അവർക്ക് തടസ്സമായില്ല. അവര് പ്രാധാന്യം നൽകിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളാണ്. ഏത് വിഷയവും അങ്ങനെ തന്നെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കൽപ്പന പറയേണ്ട താമസം അവർ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി. പിന്നെ അതുമായിട്ട് അവർക്ക് ബന്ധമില്ല. ഖൈബറിന്റെ വേളയിൽ മുസ്ലിമീങ്ങൾ ഉപരോധിക്കുകയാണ്. 1-2 ദിവസമല്ല ഉപരോധം, മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉപരോധം. വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. ആ സമയത്താണ് ഒരു കഴുതയെ സ്വഹാബത്ത് പിടിച്ച് അതിനറുത്ത് അതിനെ കറി വെച്ച്, കറി ഇങ്ങനെ തയ്യാറായി, കുറച്ച് ഹുബ്സുണ്ട്, ആ ഹുബ്സും കൂട്ടി സ്വഹാബത്ത് ഇങ്ങനെ കഴിക്കാൻ നിൽക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു, ലുഹൂമി ഹുമുരിൽ ലഹ്ലിയ, കഴുതയുടെ മാംസം കഴിക്കുക എന്നുള്ളത് നഹാ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂൽ വിരോധിച്ചിട്ടുണ്ട്. കഴുത മാംസം ഇതാ നിങ്ങൾക്ക് വിരോധിച്ചിട്ടുണ്ട്, അതുവരെ ഹലാലാണ്. ഏതെങ്കിലും സ്വഹാബി പറഞ്ഞു, നബി ഇത് ഭക്ഷണമല്ലേ, നമുക്ക് അങ്ങനെയാണ്, ബിദഅത്തിന്റെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാത്ത, ദീനിലുണ്ടാക്കിയ ആചാരങ്ങളുടെ പേരിലുള്ള ഭക്ഷണങ്ങൾ പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്ഷണത്തിനോടൊരു ഭയങ്കര ബഹുമാനാണ്. അത് ഭക്ഷണമല്ലേ, ഭക്ഷണത്തിൽ അങ്ങനെ ഉണ്ടോ? ഭക്ഷണം ഒഴിവാക്കേണ്ടതുണ്ടോ? ഇതെന്ത് ദീനാണ്? ഏതെങ്കിലും സ്വഹാബി ചോദിച്ചു, നബി ഇതെന്ത് ദീനാണ്? ഭക്ഷണം ഉണ്ടാക്കിയ ഭക്ഷണം കൊണ്ടുപോയി കൊട്ടാൻ? വിശന്നിരിക്കാണ് ഇവിടെ. മാസങ്ങളോളമായി നല്ലൊരു ഭക്ഷണം അവർ കഴിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന വരേണ്ട താമസം അവരത് ഒഴിവാക്കി. പിന്നെ അവരെ ജീവിതത്തിൽ അതില്ല. അവരാണ് സ്വഹാബാക്കൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതിൽ നിന്ന് റസൂലുള്ളാഹി വിരോധിച്ച ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തിട്ടില്ല. എന്ത് റസൂലുള്ളാഹി കൽപ്പിച്ചോ അത് അവർ ചെയ്തു. ഒന്നും അവർക്ക് തടസ്സമായിട്ടില്ല. സ്വഹാബത്തിനൊന്നും തടസ്സമായിട്ടില്ല. ഉഹദ് യുദ്ധം കഴിഞ്ഞ് സ്വഹാബത്ത് തിരിച്ചു വരുന്നൊരു രംഗമുണ്ട് ചരിത്രത്തിൽ. നമ്മളൊക്കെ ഉഹദ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയൊരു വേദനയല്ല ഉഹദ്. നമ്മുടെ വീട്ടിലൊരു മരണം നടന്നാൽ നമുക്ക് എത്ര ദുഃഖം ഉണ്ടാകും. നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഒരാളുടെ മരണം എത്ര നമ്മളെ ദുഃഖിപ്പിക്കും. ഉഹദിൽ 70 സ്വഹാബികളാണ് ഷഹീദായിട്ടുള്ളത്. 70ഓളം സ്വഹാബത്ത് രക്തസാക്ഷിയായിരിക്കുന്നു. ആ സ്വഹാബത്തിന്റെ ഖബറിൽ മണ്ണ് വാരിയിട്ട് ഖബറടക്കി സലാം പറഞ്ഞുകൊണ്ടാണ് സ്വഹാബത്ത് തിരിച്ചെത്തിയിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ രാത്രി നിങ്ങൾ ഹംറാഉൽ അസദിലേക്ക് പോകണം, ഇന്നു പോകണം. ഉഹദ് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടേ ഉള്ളൂ. നമ്മളൊരു ദീനി ക്ലാസ്സിലേക്ക് വിളിക്കുമ്പോൾ 100 ന്യായങ്ങൾ പറഞ്ഞ് മാറിപ്പോകുന്നുണ്ടല്ലോ.
ദീനീ പ്രവർത്തനങ്ങളിൽ നിന്ന് പലപ്പോഴും കുതറി മാറുന്നുണ്ടല്ലോ. നമുക്ക് ഒരുപാട് തടസ്സങ്ങളാണ്. നമ്മുടെ കച്ചവടം, നമ്മുടെ തിരക്ക്, നമ്മുടെ എല്ലാം കഴിഞ്ഞിട്ടാണ് ദീനിന് നമ്മൾ സമയം കൊടുക്കുക. നമ്മുടെ എല്ലാ തിരക്കും കഴിഞ്ഞ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ്, ശരി ഒരു ശനി കുറച്ച് സമയം ഫ്രീ ഉണ്ട്, എന്നാൽ കുറച്ച് ദീനിന്. കൂട്ടരെ, നമ്മൾ ദീനിന് കൊടുക്കുന്നതേ പരലോകത്ത് കിട്ടുള്ളൂ. ഈ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ ദീനിന് കൊടുത്തതേ ഖബറിൽ കിട്ടുള്ളൂ. സ്വഹാബത്തിനോട് പറയാണ്, ഈ രാത്രി നിങ്ങൾ പോകണം. ചരിത്രത്തിൽ കാണാം, കയ്യിന് വെട്ടേറ്റ സ്വഹാബത്തുണ്ട്, കയ്യിന് വെട്ടേറ്റവരാ കൂട്ടത്തിലുണ്ട്, കാലിന് വെട്ടേറ്റവരാ കൂട്ടത്തിലുണ്ട്. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, ഈ അറ്റുതൂങ്ങുന്ന കാലുകളുമായിട്ട് പുറപ്പെടണമെന്നാണോ റബ്ബിന്റെ കൽപ്പന? ഈ അറ്റുതൂങ്ങുന്ന കൈകളുമായി, രക്തമുണങ്ങാത്ത മുറിപ്പാടുകളുമായി പോകണമെന്നത് റബ്ബിന്റെ കൽപ്പനയാണോ? സുബൈ നിസ്കരിക്കുമ്പോൾ കൂടെ ഹംസ റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. ഇപ്പൊ കൂടെ ഹംസ ഇല്ല. പ്രിയപ്പെട്ട ഹംസയോട് അവസാനത്തെ സലാം പറഞ്ഞ് തിരിച്ചു വന്നവരാണവർ. സുബഹി നമസ്കാരത്തിന് പ്രിയപ്പെട്ട മുസ്അബ് അവരുടെ കൂടെയുണ്ട്. മുസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവസാനത്തെ സലാം പറഞ്ഞ് തിരിച്ചു വന്നവരാണവർ. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് അവരുടെ കൂടെയില്ല. ശരീരത്തിലെ മുറിവിനേക്കാൾ മാരകമായ ആഴമേറിയ മുറിവ് അവരുടെ ഹൃദയത്തിലുണ്ട്. ഒറ്റ ചോദ്യമേ ഉള്ളൂ സ്വഹാബത്തിന്, നബിയെ, അല്ല പറഞ്ഞതാണോ? റബ്ബിന്റെ കൽപ്പനയാണോ? അതേ എന്ന് പറഞ്ഞപ്പോ ഒരു കാലില്ലാത്തവൻ കൂട്ടുകാരന്റെ ചുമലിൽ കൈവച്ച് വേച്ചുകൊണ്ട് ആ രാത്രി അവർ യാത്ര തിരിച്ചു. ഉഹദിൽ പങ്കെടുക്കാത്ത ഒരു സ്വഹാബി മാത്രമാണ് ഹംറാഉൽ അസ്വദിൽ പങ്കെടുത്തത്. ബാക്കി മുഴുവൻ ആളുകളും ഉഹദിൽ പങ്കെടുത്തവരാണ്. അതാണ് സ്വഹാബത്ത്. അവർക്ക് തടസ്സമുണ്ടായിട്ടില്ല, അവർക്കൊന്നും പ്രശ്നമായിട്ടില്ല. അവർക്കൊരൊറ്റ വിഷയമേ ഉള്ളൂ, അവരെ പരലോകം. ദുനിയാവൊന്നും അവരുടെ വിഷയമായിട്ടില്ല. അവരുടെ വിഷയം ആഖിറമായിരുന്നു, അവരുടെ വിഷയം പരലോകമായിരുന്നു. സഹോദരന്മാരെ, ആ ഒരു ചിന്ത നമുക്ക് വേണം. അവർ നിഷ്കളങ്കമായിട്ടാണ്, അവർ അല്ലാഹുവിന് വേണ്ടിയിട്ടാണ് പണി ചെയ്തത്. നഹാവന്ത് യുദ്ധം കഴിഞ്ഞ് ഒരു സഹാബി ഓടി വരുന്നുണ്ട് ഉമർ റളിയല്ലാഹു തന്റെ അരികിലേക്ക്. വന്നിട്ട് പറയാണ്, ഉമറേ, ഇന്ന ആളുകളൊക്കെ രക്തസാക്ഷിയായി, ഇന്ന ആളുകളൊക്കെ മരണപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ഉമറേ, വേറെ ചില ആളുകളുണ്ട്, അവരുടെ പേരൊന്നും ഉമറിനറിയില്ല. അവരുടെ പേരൊന്നും ഉമറെ ഞാൻ പറയുന്നില്ല. പറഞ്ഞിട്ട് ഉമറിന് അറിയില്ലല്ലോ. വഹുവ യബ്ഖി, ഉമർ റളിയല്ലാഹു തആല പൊട്ടിക്കരയാൻ തുടങ്ങി. എന്നിട്ട് ഉമർ റളിയല്ലാഹു തആല ചോദിച്ചൊരു ചോദ്യമുണ്ട്, ലാ യദുർറുഹും അല്ലാ യഅരിഫഹും ഉമർ. ആ മനുഷ്യരുടെ പേര് ഉമറിനറിയില്ല എന്നതുകൊണ്ട് അവർക്കെന്ത് നഷ്ടം? ആ മരണപ്പെട്ടവരുടെ പേര് ഉമറിനറിയില്ല എന്നതുകൊണ്ട് അവർക്കെന്ത് ഉപദ്രവമാണോ ഉള്ളത്? ലാകിൻ അല്ലാഹു യഅരിഫുഹും, റബ്ബ് അവരെ അറിയുന്നില്ലേ? അല്ലാഹ് അവരെ അറിയുന്നില്ലേ? ആ ഒരു ചിന്തയാണ് നമുക്ക് വേണ്ടത്. ഇന്ന് അവര് പരിഗണിച്ചില്ല, ഇവര് പരിഗണിച്ചില്ല, എനിക്ക് സ്ഥാനം കിട്ടിയില്ല, ഞാൻ വന്നിട്ടും വേണ്ട രൂപത്തിൽ എന്നെ സ്വീകരിച്ചില്ല, അതുകൊണ്ട് ഞാനില്ല, അതുകൊണ്ട് ഞാൻ മാറിപ്പോകുന്നു. കൂട്ടരെ, അല്ലാഹു യഅരിഫുഹും, റബ്ബ് കാണുന്നു. ആ ഒരു ചിന്തയാണ് വേണ്ടത്. ആരും സ്വീകരിക്കണ്ട. ദുനിയാവിൽ ഒരാളുടെ പേരും ഒരാളുടെ പ്രശസ്തിയും ഒരാളുടെ നല്ല വാക്കും ഒന്നും വേണ്ട. പടച്ചോൻ കാണണം, റബ്ബ് സ്വീകരിക്കണം. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു ദിവസം, ആ ദിവസത്തെ കൊതിച്ചുകൊണ്ട് പണിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ഉമർ ഖത്താബ് റളിയല്ലാഹു തന്റെ ഭരണകാലഘട്ടത്തിൽ മുസ്ലിം സേനാനായകനായി ഖാലിദ് ഇബ്നു വലീദിനെ മാറ്റി. ആരാണ് ഖാലിദ്? ഖാലിദ് ആരാണ്? ഖാലിദ് ഇബ്നു വലീദ് ഇസ്ലാം സ്വീകരിച്ചപ്പോ റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്കുണ്ട്, മക്കയുടെ കരളിനെ നൽകിയിരിക്കുന്നു. ഇന്ന് ഇസ്ലാമിലേക്ക് വന്നത് മക്കയുടെ കരളാണ്. മക്കയുടെ കരളിതാ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു. അതാണ് ഖാലിദ്. ഫസ്അലു അൻ കുല്ലി നസ്രിൻ ഖാലിദ. നിങ്ങൾക്ക് പോരാട്ടങ്ങളുടെ ചരിത്രം അറിയണമോ? ഖാലിദിന്റെ ചരിത്രം നിങ്ങൾ വായിക്കൂ. ഖാലിദ് ഇബ്നു വലീദ് ഒരു യുദ്ധത്തിൽ തോറ്റിട്ടില്ല.
ഇസ്ലാമിലും തോറ്റിട്ടില്ല, ജാഹിലിയത്തിലും തോറ്റിട്ടില്ല. ജാഹിലിയത്തിൽ ഉഹദിൽ മുസ്ലിമീങ്ങൾക്കെതിരെ വന്നു, മുസ്ലിമീങ്ങൾ പരാജയപ്പെട്ടു. ജാഹിലിയത്തിൽ മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധം ചെയ്ത യുദ്ധങ്ങളിലെല്ലാം ഇസ്ലാമിന് പരാജയം. ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിന് വേണ്ടി പോരാടിയ പോരാട്ടങ്ങളിലെല്ലാം ശത്രുക്കൾ പരാജയപ്പെട്ടു. അങ്ങനെയുള്ള വീരശൂര പരാക്രമി ഖലീഫ കഴിഞ്ഞാൽ സേനാനായകനാണ്. അപ്പോഴാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു തന്റെ ഒരു കത്ത്, ഖാലിദ് ബിൻ വലീദിനെ അധികാരത്തിൽ നിന്ന് മാറ്റണം, പകരം അബൂ ഉബൈദയെ സേനാനായകനായി നിശ്ചയിക്കണം. ശരി, ഇനി മുതൽ ഞാൻ പുതിയൊരു ടീമാണ്, എന്നെ അധികാരത്തിൽ നിന്ന് മാറ്റി, എന്നെ പരിഗണിച്ചില്ല, എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും അവർക്കിടയിലുണ്ടോ? സേനാനായകന്റെ സ്ഥാനത്ത് നിന്നിറങ്ങി ഒരു സാധാരണ അണിയായി താഴെ നിന്ന് പ്രവർത്തിക്കുന്ന ഖാലിദ് ബിൻ വലീദിനെ കാണാം. അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, അബൂ ഉബൈദ, ഉമറിനു വേണ്ടിയിട്ടല്ല ഖാലിദ് യുദ്ധം ചെയ്തിട്ടുള്ളത്, ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടിയിട്ടാണ്. പ്രിയമുള്ളവരെ, ആ ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും പടച്ച റബ്ബിനു വേണ്ടി. അതാണ് നമ്മുടെ മുൻഗാമികളുടെ മാതൃക. വേറൊന്നും അവർ ആഗ്രഹിച്ചിട്ടില്ല. അവരുടെ രഹസ്യമായിരുന്നു മനോഹരം. പരസ്യത്തേക്കാൾ നമ്മൾ പലപ്പോഴും പരസ്യത്തിൽ നമ്മൾ ഉഷാറാണ്. പരസ്യത്തിൽ പള്ളിയിൽ നമ്മൾ ഉഷാറാണ്, നിസ്കാരത്തിൽ നമ്മൾ ഉഷാറാണ്, മീറ്റിങ്ങിൽ നമ്മൾ ഉഷാറാണ്. പക്ഷെ നമ്മുടെ മൊബൈൽ നമുക്ക് പറയാൻ കഴിയുമോ നമ്മൾ അതിൽ സുരക്ഷിതരാണ് എന്ന്? പ്രബോധന രംഗത്തുള്ളൊരു സഹോദരൻ, അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ആ മോർച്ചറിയുടെ പുറത്ത് കാത്തു നിൽക്കുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ഷർട്ടിൽ നിന്നുള്ള സാധനങ്ങൾ ഇങ്ങനെ മാറ്റിയിട്ട് ഒരു സഹപ്രവർത്തകന്റെ കയ്യിൽ കൊടുത്തപ്പോൾ പൊട്ടിക്കരഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ മാറിപ്പോയി. അപ്പം അദ്ദേഹം മാറി നിന്നിട്ട് കരയാണ്. ഞാൻ നോക്കിയപ്പോൾ എന്താണ് സംഗതി? ആ പോക്കറ്റിൽ നിന്നൊരു ലഹരിപ്പൊതിയാണ്. നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? നമ്മൾ മരണപ്പെടുന്ന രൂപത്തിലല്ലേ റബ്ബ് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുക? എങ്ങനെയാണ് നമ്മുടെ മരണം? അങ്ങനെയല്ലേ റബ്ബ് നമ്മളെ കൊണ്ടുവരിക? സ്വഹാബത്തോ, അവരുടെ രഹസ്യമാണ് മനോഹരം. അലി സൈനുൽ ആബിദീൻ ജീവിച്ചിരിക്കുമ്പോൾ ആളുകൾ പറഞ്ഞു, വല്ലാത്ത പിശുക്കനാണ് കേട്ടോ. എന്തു പിശുക്കനാണ് അലി. മരിച്ചു കഴിഞ്ഞ് മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ഷോൾഡറിൽ നല്ല തഴമ്പ്. അവർ കരുതി, എന്താണ് ഷോൾഡറിൽ ഇത്ര ഒരു തഴമ്പ്? മരിച്ച് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മദീനയിലെ പല വീട്ടിലും പട്ടിണി തുടങ്ങി. അപ്പോഴാണ് അറിയുന്നത്, ഇന്നലെ വരെ രാത്രി ചുമലിൽ ഭക്ഷണപ്പൊതികളുമായി ആരോ ഒരു മനുഷ്യൻ രാത്രി കൊണ്ടുവച്ചു പോകും, അത് മരണപ്പെട്ട അലി സൈനുൽ ആബിദീനാണെന്ന് മരിച്ചപ്പോഴാണ് അറിഞ്ഞത്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല ഒരു പെണ്ണിന്റെ പ്രസവമെടുക്കാൻ നടന്നു പോകുന്ന രംഗം ചരിത്രത്തിലുണ്ട്. നടന്നു പോകുമ്പോഴാണ് ഒരു പെണ്ണിന്റെ കരച്ചിൽ കേൾക്കുന്നത്. ചോദിച്ചു, ആരാണ്? യാത്രക്കാരാണ്. പ്രസവവേദന സഹിക്കാൻ കഴിയാതെ പെണ്ണ് കരയാണ്. നേരെ ഭാര്യയുടെ അരികിലേക്കാണ് ചെല്ലുന്നത്. ഉമ്മു കുൽസൂം, അങ്ങകലെ മദീനയിൽ ഒരു പെണ്ണത പ്രസവവേദന സഹിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നു, കഴിയുമോ ഒന്ന് സഹായിക്കാൻ? രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയും രാജ്ഞിയും കൂടെ കൈപിടിച്ചിങ്ങനെ ഒരു രാത്രി നടന്നു പോവാൻ. അവിടെ ചെന്നു. വന്നത് ഭരണാധികാരിയാണെന്ന് പറഞ്ഞില്ല. ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം ആ ചെറുപ്പക്കാരൻ പറഞ്ഞു എന്നാണ്, രാജ്യം ഭരിക്കുന്ന ഖലീഫയേക്കാൾ നിങ്ങളാണ് ഉത്തമൻ, രാജ്യം ഭരിക്കുന്ന ഉമറിനേക്കാൾ മനുഷ്യ നിങ്ങളാണ് ഉത്തമൻ. ആ ഉമർ ഞാനാണെന്ന് പറഞ്ഞിട്ടില്ല, ആ ഉമർ തന്നെയാണ് ഈ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഉമ്മു കുൽസൂം വിളിച്ചു പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ചങ്ങാതിയോട് പറയുക ഒരാൺകുട്ടി പിറന്നിരിക്കുന്നു. അപ്പോഴാണ് അറിയുന്നത് വന്നിരിക്കുന്നത് ഖലീഫയാണ്, അമീറുൽ മുഅ്മിനീനാണ് എന്ന്. എത്ര മനോഹരമായിരുന്നു അവരുടെ രഹസ്യങ്ങൾ. അങ്ങനെ നമ്മുടെ രഹസ്യം നന്നാക്കാൻ നമുക്ക് സാധിക്കണം, നമ്മുടെ മുൻഗാമികളെപ്പോലെ. സലഫുകൾ പറയുന്നൊരു വാക്കുണ്ട്, കുല്ലുനാ ഖദ് ഐഖനൽ മൗത്ത്. കുല്ലുനാ ഖദ് ഐഖനൽ മൗത്ത്. മരിക്കുന്നുറപ്പാണ്, എല്ലാവർക്കും മരിക്കുന്നുറപ്പാണ്. വമാ നറാ ലഹാ മുസ്തഇദ്ദൻ.
ആ മരണത്തിന് ഒരുങ്ങുന്ന ഒരു മനുഷ്യനെയും കാണാനില്ല. മരിക്കുന്ന ഉറപ്പാണ്, പക്ഷെ മരണത്തിനുള്ള ഒരു ഒരുക്കമില്ല. ഞാൻ എപ്പോഴും ആലോചിക്കുന്നൊരു വിഷയമുണ്ട്. തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ഒരു സമയത്ത് തൃശ്ശൂരിലേക്ക് ട്രെയിൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഒരു ട്രെയിൻ വന്ന് നിന്നു. അത് പതുക്കെ അങ്ങനെ നീങ്ങിത്തുടങ്ങി. ഒരു 6:30 സുബഹി സമയമാണ്. നീങ്ങിത്തുടങ്ങിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് അതിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ അയാൾ അതിൽ വീണു, ട്രാക്കിൽ വീണു. ട്രെയിൻ മുന്നോട്ട് പോയി. ആ മനുഷ്യൻ മരിച്ചു. ആ മനുഷ്യൻ്റെ മാംസകഷ്ണങ്ങൾ ഇങ്ങനെ പ്ലാറ്റ്ഫോമിൽ ചിതറിക്കിടക്കുന്നുണ്ട്. ഉടനെ ചില ഉദ്യോഗസ്ഥർ വന്ന് ഒരു പ്ലാസ്റ്റിക് തുണിയിൽ ആ മാംസങ്ങളൊക്കെ ചേർത്തു വെച്ച് 2 ഭാഗവും കെട്ടി പ്ലാറ്റ്ഫോമിൻ്റെ ഒരു മൂലയിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ചു. കുറച്ച് സ്ത്രീകൾ വന്ന് പ്ലാറ്റ്ഫോമൊക്കെ വെള്ളമൊഴിച്ച് അടിച്ച് ക്ലീൻ ചെയ്ത് ട്രാക്കും ഒക്കെ വൃത്തിയാക്കി. പ്ലാറ്റ്ഫോമിൽ ഒരു രക്തപ്പാടുകളില്ല, ഒരു മനുഷ്യൻ മരിച്ചു എന്ന് അങ്ങനത്തെ ഒന്നും ഇപ്പോൾ അവിടെയില്ല. ആളുകൾ വേഗത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. ചായക്കച്ചവടക്കാർ കച്ചവടം ചെയ്യുന്നുണ്ട്. ഒരു മരച്ചുവട്ടിൽ ഒരു പ്ലാസ്റ്റിക് കവറിൽ കുറച്ചു മാംസങ്ങൾ മാത്രമായിട്ട് ഒരു മനുഷ്യൻ്റെ ശരീരം അവിടെ ഇങ്ങനെ കിടക്കുന്നു. അയാളുടെ ബാഗ് തുറന്നപ്പോൾ അതിൽ കുറച്ച് മിഠായികളുണ്ട്, കുറച്ച് ടോയ്സ് ഉണ്ട്. അയാളുടെ ഡ്രസ്സൊന്ന് അയൺ ചെയ്ത് മടക്കി വെച്ചിട്ടുണ്ട്. ലൈസൻസിൽ അയാൾ നിലമ്പൂരുകാരനാണ്, 27 വയസ്സുണ്ട്. അപ്പം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഒരു രാവിലെ ഒരു 6:30 വരെ നമ്മളെപ്പോലെ മക്കളെ കാണാൻ കൊതിയുള്ള, നമ്മളെപ്പോലെ ഭാര്യയെ കാണാൻ ആഗ്രഹമുള്ള, തിരൂരിറങ്ങി മഞ്ചേരി ബസ് കയറി, മഞ്ചേരിയിൽ നിന്ന് നിലമ്പൂർ ബസ് കയറി 8:30 വീട്ടിലെത്തും എന്ന് നമ്മളെപ്പോലെ പ്ലാന് കാണുന്ന ഒരു മനുഷ്യൻ ഒരു കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് ആ മനുഷ്യൻ്റെ അവസ്ഥ മാറില്ലേ? ഒരു കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് ആ മനുഷ്യന്റെ സാഹചര്യങ്ങൾ മാറുകയല്ലേ? പിന്നെ എന്താണ് കൂടെയുള്ളത്? പിന്നെന്താ ഉള്ളത്? പിന്നെ അയാൾ ചെയ്ത അമലുകളേ ഉള്ളൂ. ഖബർ എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ അമലും, അതാണ് ഖബർ. വേറൊന്നുമില്ല ഖബറിൽ. വേറെന്തെങ്കിലും ഉണ്ടോ ഖബറിൽ? നമ്മളും നമ്മുടെ അമലുകളും മാത്രം. വമാ നറാ ലഹാ മുസ്തഇദ്ദൻ, അതിനൊരുങ്ങുന്ന ആരെയും കാണുന്നില്ലല്ലോ. അലി റളിയല്ലാഹു തആല അൻഹു ബഖീയിലെത്തി. ബഖീ എന്ന് പറഞ്ഞാൽ ഇന്ന് മദീന പള്ളിയോട് ചേർന്നിട്ടാണ്. അന്ന് മസ്ജിദുൻ നബവിയിൽ നിന്ന് 1/2 കിലോമീറ്റർ അപ്പുറത്താണ് ബഖീ. ഇന്നത്തെ മസ്ജിദുൻ നബവി അല്ല, അന്നത്തെ മസ്ജിദുൻ നബവി. അന്ന് മസ്ജിദുൻ നബവി എന്ന് പറഞ്ഞാൽ 20 മീറ്റർ നീളാണ്. ആദ്യത്തെ 3 സൊഫിലാണ് മേൽക്കൂര. ഈത്തപ്പന ഓലമടഞ്ഞ് 3 സൊഫിനുണ്ട്. താഴെ മണലാണ്. ഉരുളൻ കല്ലുകൾ ചേർത്തു വെച്ച ഭിത്തിയാണ്. കുറച്ച് ഈത്തപ്പന തടികൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് മസ്ജിദുൻ നബവി. ആ മസ്ജിദുൻ നബവി അവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്താണ് അന്ന് ബഖീ. ബഖീയിലേക്ക് അലി റളിയല്ലാഹു തആല വരാൻ വന്നിട്ട് അദ്ദേഹം പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് അലി റളിയല്ലാഹു തആല പറയുന്ന വാക്ക് അസ്സലാമു അലൈക്കും യാ അഹ്ലൽ മഖാബിർ, ഖബറാളികളെ നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ. അഖ്ബാറു മാ ഇൻദനാ മിൻകും, നിങ്ങളെക്കുറിച്ച് ചില വാർത്തകൾ അലി അറിഞ്ഞിട്ടുണ്ട്. ഈ ഖബറിനരികിൽ അലി വന്നു നിൽക്കാനുള്ള കാരണം ചില കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അന്ന നിസാഅക്കും ഖദ് തസവ്വജ്ന, ഭർത്താക്കന്മാരെ, ഭാര്യമാരുടെ കല്യാണം കഴിഞ്ഞു. ഖബറിൽ കിടക്കുന്ന ഭർത്താക്കന്മാരെ, ഭാര്യമാരുടെ കല്യാണം കഴിഞ്ഞു. ജീവിതത്തിൽ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. സുന്നത്ത് എടുക്കാൻ തടസ്സം ഭാര്യയായിരുന്നു. ദീനീ പ്രവർത്തനത്തിന് തടസ്സം ഭാര്യയായിരുന്നു. ഇന്ന് നിങ്ങൾ ഖബറിലാണ്. മറ്റൊരുത്തൻ മഹർ കൊടുത്ത് സ്വീകരിച്ച് നിങ്ങൾ കിടന്ന കിടക്കയിൽ മറ്റൊരുത്തന്റെ കൂടെ നിങ്ങളുടെ ഭാര്യ അന്തി ഉറങ്ങുകയാണ്. ഭാര്യമാരെ, ഭർത്താക്കന്മാരുടെ കല്യാണം കഴിഞ്ഞു. അംവാലുക്കും ഖദ് ഖുസിമത്, ധനികന്മാരെ, സമ്പന്നരെ സമ്പത്ത് വീതിച്ചു കഴിഞ്ഞു. നമ്മുടെ ഷർട്ട് വരെ, നമ്മുടെ ഡ്രസ്സ് വരെ അത് മറ്റുള്ളവരുടേതാകും. അവസാന മക്കൾ പറയും ആ ഡ്രസ്സ് ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. നമ്മൾ ധരിച്ച ഷർട്ട് വരെ,
നമ്മുടെ ചെരുപ്പ് വരെ മറ്റുള്ളവർ കൊണ്ടുപോകും, മൊബൈൽ മക്കൾ കൊണ്ടുപോകും, സ്വത്ത് മക്കൾ കൊണ്ടുപോകും. സുമ്മബക്ക, പിന്നീട് അലി റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ലവിസ്തതാഉ വനുജീബു, ഖബറാളികൾക്ക് ഉത്തരം നൽകാൻ കഴിയുമായിരുന്നുവെങ്കിൽ, ഖബറാളികൾ കേൾക്കില്ല, അലിയുടെ സംസാരം അവർ കേൾക്കില്ല, കേൾക്കുമായിരുന്നുവെങ്കിൽ ലഖാലു, അവരൊന്നടങ്കം പറയുമായിരുന്നു, അന്ന ഖൈറസ്സാരി തഖ്വ, അലിയെ, തഖ്വയാണ് ഈ ഖബറിൽ ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്നത്. അതേ കിട്ടുള്ളൂ, അതേ നമ്മുടെ ഖബറിലേക്ക് എത്തുകയുള്ളൂ. ഞാൻ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്ന ഒരു ഹദീസ് എന്താണെന്ന് അറിയുമോ? ഏറ്റവും അധികം പേടി തോന്നുന്ന ഒരു ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖബറിലേക്ക് നമ്മളെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു രംഗമുണ്ടല്ലോ, അത് ഞാൻ ഇപ്പോഴും ആലോചിക്കാണ്. കരമനയിൽ ഞാൻ പഠിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഉമ്മ മരണപ്പെട്ടപ്പോൾ ആ പള്ളിയിൽ ഒരു തറാവി നമസ്കാരം കഴിഞ്ഞിട്ടാണ് മയ്യത്ത് നിസ്കാരം നടക്കുന്നത്. 36 വയസ്സാണ് ആ സ്ത്രീയുടെ പ്രായം. മോനെ ഹിഫ്ളിന് ചേർത്തി, ആ കുട്ടി ഹാഫിലായി. ആ ഉമ്മാക്ക് ആ മകൻ്റെ എല്ലാ ഹൈറും ആ ഉമ്മക്ക് നൽകി നാളെ സ്വർഗത്തിൽ ഉന്നതമായ ആദരവുകൾ നൽകുമാറാകട്ടെ. ആ മയ്യത്ത് പള്ളിയിൽ ഇങ്ങനെ കൊണ്ടുവച്ചപ്പോൾ നിസ്കാരം കഴിഞ്ഞു നിൽക്കുന്നൊരു സമയമാണ്. ഒരു മനുഷ്യനും ആ മയ്യത്തിൻ്റെ അരികിലില്ല. പള്ളിയുടെ ഒരു മൂലയിൽ ഒരു തുണിയിൽ പൊതിഞ്ഞ മയ്യത്ത് ഇങ്ങനെ നിൽക്കുന്നു. കുറേ ആൾക്കാർ കാവ കുടിക്കുന്നു, കുറേ ആൾക്കാർ സംസാരിച്ച് നിൽക്കുന്നു, കുറേ ആൾക്കാർ കഥ പറയുന്നു. സഹോദരന്മാരെ, നമ്മൾ മരിച്ചാൽ നഷ്ടം നമുക്ക് മാത്രമാണ്, ഒന്നുകൊണ്ടും കാര്യമില്ല. സമ്പത്തുണ്ടായിട്ട് എന്തെങ്കിലും കിട്ടും മരിക്കുന്ന സമയത്ത്? കുറച്ചൊരു മെച്ചപ്പെട്ട ആശുപത്രി കിട്ടും, 2 ദിവസം വെന്റിലേറ്ററിലിടും. എന്നിട്ട് അവസാനം ആ വെന്റിലേറ്റർ ഊരുന്ന സമയത്ത് നമുക്കൊരു പടച്ചിലുണ്ട്. ആ വെന്റിലേറ്റർ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ 2 ദിവസത്തിൽ എന്നാ ഇനി കുഴപ്പമില്ല എന്ന് മക്കൾ പറയുന്നു. മക്കളും കാരണം 2 ദിവസം നിന്ന് കുഴങ്ങി, 2 ദിവസം CL എടുത്തിട്ടുണ്ട്, ഇനി അവൻക്കും ഓഫീസിൽ പോകണം, ജോലിക്ക് പോകണം. അപ്പം ഇങ്ങനെ കണക്കൂട്ടി നോക്കണം, 2 ദിവസമായി, എന്നാ ഊരാം. ഇത് എടുക്കുമ്പോഴുള്ളൊരു പെടച്ചിലുണ്ടല്ലോ, എന്താണ് ഒരു ആശ്വാസം കിട്ടുക നമുക്ക്? ചില ആളുകൾ പറയും നല്ല മരണമാണ്, എല്ലാ മക്കളും അരികിലുണ്ടായിരുന്നു, മൂത്ത മോനുണ്ടായിരുന്നു, ചെറിയ മോനും ഗൾഫിൽ നിന്നെത്തി, മോള് വെള്ളം കൊടുത്തിട്ടൊക്കെയാണ് ബാപ്പ മരിച്ചത്. എന്ത് കാര്യം കൂട്ടരെ? ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മുടെ അരികിലുണ്ടായിട്ട് എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഒന്നും കിട്ടാനില്ല, ഒന്നും കിട്ടൂല. അമലുകളുണ്ടോ? അത് കിട്ടും. റസൂലുള്ളാഹി പറഞ്ഞ ഹദീസിൽ കാണാം, ഖബറിലേക്ക് മനുഷ്യനെങ്ങനെ ഇറക്കി വെച്ച് കല്ലുകൾ കൊണ്ട് മൂടി മണ്ണുകളിട്ട് ഓരോ മനുഷ്യരിങ്ങനെ തിരിച്ചു പോകും, ആളുകളിങ്ങനെ തിരിച്ചു പോകും. റസൂലുള്ളാഹി പറയുകയാണ്, ഇന്നഹു ലയസ്മഉ ഖർഅനി ആലിഹിം, ആ ഖബറിൽ കിടന്ന മനുഷ്യരുടെ ചെരുപ്പിന്റെ ശബ്ദം നമ്മൾ കേൾക്കും. ഖബറിൽ കിടന്ന് ഇതാ അവസാനത്തെ മനുഷ്യനും, ആയിരക്കണക്കിന് ഖബറുകൾക്കിടയിൽ ഒരു ഖബറിൽ എന്നെ തനിച്ചാക്കി അവരിങ്ങനെ തിരിച്ചു പോകുന്നു എന്നത്, നമ്മുടെ മക്കളിങ്ങനെ അകലേക്ക് പോകുന്നത്, ഇന്നഹു ലയസ്മഅ, ആ മനുഷ്യൻ ഖബറിൽ കിടന്നു കേൾക്കും. എത്ര ഭീകരമായിരിക്കും അത്! സ്വഹാബത്ത് അധികം ചിന്തിച്ചത് ഇതാണ്, ദുനിയാവല്ല. അതുകൊണ്ടാണ് സ്വഹാബിനെ തട്ടിയിട്ട് എവിടെ എത്തി എന്ന് ചോദിച്ചപ്പോ മറുപടി സിറാത്തിലെത്തി. നമ്മൾ ചിലപ്പോൾ ചോദിക്കുമല്ലോ, അല്ലടാ എവിടെ എത്തി? ഞാൻ സ്വർണത്തിൻ്റെ വില ആലോചിക്കായിരുന്നു, സ്ഥലത്തിൻ്റെ വില ആലോചിക്കായിരുന്നു, മക്കളെ കല്യാണം ആലോചിക്കായിരുന്നു. സ്വഹാബി ആലോചിച്ചെത്തിയത് സിറാത്തിലാണ്. മരണത്തെ കണ്ടു, തൻ്റെ പരലോകത്തെ കണ്ടു. അങ്ങനെ ചിന്തിക്കാനും ആലോചിക്കാനും നമ്മുടെ മുൻഗാമികൾക്ക് സമയം കിട്ടി. പിന്നീട് സലഫുകൾ പറയുകയാണ്, വകുല്ലുന ഖദ് ഐഖന ബിൽ ജന്ന വമാ നറാ ലഹാ ആമിലൻ, എല്ലാവർക്കും സ്വർഗമുണ്ടെന്നുറപ്പാണ്, സ്വർഗമുണ്ട് എന്നുറപ്പാണ്. വമാ നറാ ലഹാ ആമിലൻ, ആ സ്വർഗത്തിന് പണിയെടുക്കുന്ന ആരെയും ഞങ്ങൾ കാണുന്നില്ലല്ലോ. വകുല്ലുന ഖദ് ഐഖന ബിന്നാർ, നരകമുണ്ട് എന്നവർക്കുറപ്പാണ്. വമാ നറാ ലഹാ ഖായിഫൻ, ആ നരക
കാണുന്നില്ലല്ലോ. സ്വർഗം ഉണ്ടെന്ന് ഉറപ്പാണ്. സ്വർഗം നമുക്കിങ്ങനെ വെറുതെ കിട്ടുന്നതാണ് ധാരണ. സലഫുകൾ പറയാറുണ്ട്, നിഫാക്കിനെ പേടിയുണ്ടോ ഓൻ മുഅ്മിനാണ്. പടച്ചോനെ, എനിക്ക് നിഫാക്ക് ഉണ്ടോ, എൻ്റെ വിശ്വാസത്തിൽ പ്രശ്നമുണ്ടോ, എൻ്റെ അമലിൽ കുറവുണ്ടോ എന്ന പേടിയുണ്ടോ മുഅ്മിനാണ്. ആ ഒരു പേടിയില്ലേ നിഫാക്കിനെ അവൻ സൂക്ഷിക്കട്ടെ എന്നാണ്. നമുക്ക് ആ ഒരു പേടിയൊന്നുമില്ലല്ലോ. നമ്മളാണ് ഈ നാട്ടിൽ ഏറ്റവും വലിയ വിശ്വാസി. നമ്മൾ സ്വർഗത്തിന് ഇങ്ങനെ റിസർവേഷൻ ചെയ്ത് വെച്ചതാണ് എന്നാണ് പലപ്പോഴും ധാരണ. സ്വഹാബത്തിന് ആ ഉറപ്പുണ്ടായിട്ടില്ല. അവർ പേടിക്കുകയായിരുന്നു. അവരുടെ കൈകളിൽ അമലുണ്ടോ എന്ന ബേജാറായിരുന്നു അവർക്ക്. അതുകൊണ്ട് തന്നെ മുൻഗാമികൾ നോക്കൂ. മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ, അദ്ദേഹത്തെ പറ്റി ചരിത്രം രേഖപ്പെടുത്തിയ മരണത്തെ പറ്റി കേട്ടാൽ ഒരു പക്ഷി, ആ പക്ഷിയുടെ ദേഹത്ത് വെള്ളം തട്ടിയാൽ വിറക്കുന്നത് പോലെ അബ്ദുല്ലാഹിബിൻ ഉമർ വിറക്കും. വെള്ളം തട്ടിയാൽ ഒരു പക്ഷി കിടന്ന് വിറക്കുന്നത് പോലെ അബ്ദുല്ലാഹിബിൻ ഉമർ മരണത്തെപ്പറ്റി കേട്ടുകഴിഞ്ഞാൽ അദ്ദേഹം വിറക്കുമെന്നാണ്. അദ്ദേഹം പറയും, ഫയതദാകറൂനൽ മൗത്ത്, നമുക്കിതാ മരണത്തെക്കുറിച്ച് സംസാരിക്കാം, വൽ ഖിയാമ, ഖിയാമത്ത് നാളിനെയും, സുമ്മ യബ്കൂൻ, എന്നിട്ട് അബ്ദുല്ലാഹിബിൻ ഉമർ കരയും, ഹത്താ കഅന്ന ബൈന ഐദീഹിം ജനാസ, മുന്നിലൊരു ജനാസ കൊണ്ടുവച്ചതുപോലെ, മുന്നിലൊരു മയ്യത്തുള്ളതുപോലെ, പ്രിയപ്പെട്ടവരുടെ ജനാസയുടെ മുന്നിൽ നിൽക്കുന്നത് പോലെ അവർ ആഖിറത്തിനെ കുറിച്ച് ആലോചിച്ച് അവർ കരയുമെന്നാണ്. സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ആഖിറത്തിനെ കുറിച്ചുള്ളൊരു ചിന്ത വേണം. നമ്മുടെ മുൻഗാമികൾക്കുണ്ടായതുപോലെ അങ്ങനെ കുറച്ച് നന്മകൾ നേടിയെടുക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. മാത്രമല്ല, സ്വഹാബത്ത് ചെയ്ത ഏറ്റവും വലിയൊരു ദൗത്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തെ അവർ സഹായിച്ചു എന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാന്റെ റസൂലിന്റെ ദൗത്യത്തെ അവർ സഹായിച്ചു, ദഅവത്തിന് അവരിറങ്ങി. ഇന്നെന്താണെന്നറിയോ, നമ്മളൊക്കെ നമ്മളുടെ ഒരു സേഫ് സോണിൽ ഇരിക്കാൻ, നമ്മുടെ ഒന്നിനും പരിക്ക് പറ്റാൻ പാടില്ല. നമുക്ക് ആ കൃത്യസമയത്ത് ഉറക്കം നടക്കണം, നമുക്ക് ആ വിചാരിച്ച ഭക്ഷണം കിട്ടണം. ദീനീ മാർഗത്തിൽ ഒരു ത്യാഗത്തിനോ പ്രബോധനത്തിൻ്റെ വഴിയിൽ ഒരു ഉറക്കമൊടിക്കാനോ പണം ചെലവഴിക്കാനോ കുറച്ചൊന്ന് യാത്ര ചെയ്യാനോ ഒന്നിനും സന്നദ്ധത നമുക്കില്ല. സ്വഹാബത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവരല്ലാഹുവിൻ്റെ ദീനീ പ്രബോധനത്തിന് വേണ്ടി അവരെല്ലാം നൽകി. എന്താണോ വേണ്ടത് അതവർ നൽകി. ഉഹദ് യുദ്ധം കഴിഞ്ഞു. ഉഹദ് യുദ്ധം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, മക്കത്തെ മുശ്രിക്കീങ്ങൾ തിരിച്ചുപോയത് കുതിരപ്പുറത്താണോ അതല്ല ഒട്ടകപ്പുറത്താണോ? മുശ്രിക്കീങ്ങൾ തിരിച്ചുപോയത് കുതിരപ്പുറത്താണോ ഒട്ടകപ്പുറത്താണോ? അത് ചോദിക്കാനുള്ള കാരണം, കുതിരപ്പുറത്താണെങ്കിൽ തിരിച്ചു വീണ്ടും വന്ന് ആക്രമിക്കാൻ സാധ്യതയുണ്ട്. ഒട്ടകപ്പുറത്താണെങ്കിൽ മക്കയിലേക്കാണ് യാത്ര, ഇനി തിരിച്ചു വരാൻ സാധ്യതയില്ല. അതിനാണ് ആ ചോദ്യം. സ്വഹാബത്ത് നോക്കിയിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറിയിച്ചു, മുശ്രിക്കീങ്ങൾ തിരിച്ചുപോയത് ഒട്ടകപ്പുറത്താണ്. അപ്പൊ മക്കയിലേക്കാണ്, ഇനി എന്തില്ല, ഇനി തിരിച്ചു വരൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആരെങ്കിലും സഅദ് ബിൻ റബീഇനെ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും സഅദ് ബിൻ റബീഇനെ കണ്ടിട്ടുണ്ടോ? കണ്ടാൽ എന്റെ സലാം ഒന്ന് അറിയിക്കണേ. അൻസാരിയായ ഒരു സ്വഹാബി കൈ ഉയർത്തി, നബിയേ, സഅദിനെ ഞാൻ തിരയാം, അള്ളാഹുവിന്റെ റസൂലിന്റെ സലാം ഞാൻ അറിയിക്കാം. ഉഹുദിന്റെ രണഭൂമിയിലൂടെ ഇങ്ങനെ നടന്നു പോവാൻ വ്യത്യസ്തങ്ങളായ സ്വഹാബത്ത് അവിടെ ഷഹീദായി കിടക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സഅദ് ബിൻ റബീഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാം അൻസാരിയായ സ്വഹാബി അറിയിച്ചു. അൻസാരിയായ സ്വഹാബി പറഞ്ഞു, ഇതാ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സലാം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ണ് നനഞ്ഞു, മരിക്കാൻ പോവാൻ. ലോകത്തുനിന്ന് വിട പറയുന്ന അവസാന സമയത്ത് തൻ്റെ പ്രവാചകന്റെ സലാം കണ്ണ് നിറച്ചിട്ട് പറഞ്ഞു, ജസാക്കുമുല്ലാഹു ഖൈർ,
അള്ളാഹു നിങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകട്ടെ, എൻ്റെ പ്രവാചകന്റെ സലാം എന്നെ അറിയിച്ചതിന്. എന്നിട്ട് മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു അവസാനമായി പറയുന്ന വാക്ക് ഹദീസിൽ കാണാം. അദ്ദേഹം ആ മരണവെപ്രാളത്തിലാണ്. ആ സമയത്ത് അദ്ദേഹം പറയുന്നു, ഇന്ന സഅദൻ യഖൂൽ, ഇതാ സഅദ് നിങ്ങളോട് പറയുന്നു, സഅദ് നിങ്ങളോട് പറയുന്നു, അൻസാരികളെ, സഅദിന്റെ ലോകത്ത് നിന്ന് വിട പറയുന്ന അവസാന സമയത്തുള്ള വസിയത്ത്, ലക്കും ലാ ഉദ്റ ലക്കും ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അരികിൽ നിങ്ങൾക്കൊരു ഉദ്റില്ല കൂട്ടരെ, അല്ലാഹുവിന്റെ അരികിൽ നിങ്ങൾക്കൊരു ഉദ്റില്ല കൂട്ടരെ, അൻസാരികളെ നിങ്ങൾക്കൊരു ഉദ്റില്ല. എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ ആ പ്രവാചകനെ സംരക്ഷിക്കാതെ, റസൂലുള്ളാഹിയെ ഒരു പോറലേക്കാൽ ഏൽപ്പിക്കാതെ സംരക്ഷിക്കാതെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ ഒരു ഉദ്റില്ല. എങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത്, ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. ഒരു കാലത്ത് മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ഹിന്ദുക്കൾ, ക്രൈസ്തവർ അവരെങ്ങനെയാണ് മനസ്സിലാക്കിയത്? മുസ്ലിമീങ്ങളുടെ ഒരു മഹാനായ പ്രവാചകൻ, മുസ്ലിമീങ്ങളുടെ ഒരു വലിയ ബഹുമാനപ്പെട്ട ഒരു പ്രവാചകൻ. ഇന്നോ മുഹമ്മദ് നബി എന്ന് കേൾക്കുമ്പോഴേക്കും ബോംബും മിസൈലും, അതുപോലെ തന്നെ സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ഒരു മനുഷ്യന്റെ ചിത്രമായി ചിത്രീകരിച്ചിട്ടുണ്ട് മീഡിയ. പ്രിയമുള്ള മുസ്ലിം സഹോദര, നമുക്ക് അല്ലാഹുവിന്റെ അരികിൽ ഒരു ഉദ്റുമില്ല. ആ റസൂലുള്ളാഹിയെ പരിചയപ്പെടുത്താതെ, ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാതെ. പലപ്പോഴും ഒരു അനുഭവം പങ്കുവെക്കാറുണ്ട്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത്, അദ്ദേഹം മുകളിലെ ബർത്തിൽ ഇങ്ങനെ ഇരിക്കാൻ, ഇപ്പൊ ടെക്നോ പാർക്കിലാണ് ജോലി, കമ്പ്യൂട്ടറിൽ എന്തോ അദ്ദേഹത്തിന് നാളെ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു വർക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കാൻ. താഴെ കിടക്കുന്ന അമുസ്ലിമായ സഹോദരന് ഉറക്കം കിട്ടുന്നില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ. അയാൾ കരുതുന്നത് ഇതാ ഒരു താടി വെച്ച ഇസ്ലാമിക വേഷം ധരിച്ച ഒരു മനുഷ്യൻ ലാപ്ടോപ്പിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ബോംബ് പൊട്ടും. ഭാര്യനെ ഓർമ്മ വരാൻ, മക്കളെ ഓർമ്മ വരാൻ. ഇയാളിങ്ങനെ തിരിഞ്ഞു കിടക്കണണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് നിങ്ങളിങ്ങനെ കുറേ നേരമായല്ലോ, ഉറക്കം കിട്ടണില്ലേ? ഇയാൾ പറഞ്ഞു, അല്ല നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്, കുറേ നേരമായല്ലോ. അല്ല, ഞാൻ ടെക്നോ പാർക്കിലാണ് വർക്ക്, നാളെ ഒരു വർക്ക് സബ്മിറ്റ് ചെയ്യണം, അപ്പം അതിൻ്റെ ഒരു പണിയിലാണ്. അത്രയേ ഉള്ളൂ. പിന്നെ മൂപ്പരെ കൂർക്കമ്പലിയ കേൾക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ഇസ്ലാമിക വേഷം ധരിച്ചാൽ അത് ഭീകരവാദമാണെന്ന്, തീവ്രവാദമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്രബോധനമെന്നൊരു ദൗത്യമുണ്ട്. നമ്മളെ കുടുംബം, നമ്മുടെ മറ്റെല്ലാ തിരക്കുകളും, അതിനപ്പുറത്ത് പ്രിയമുള്ളവരെ ഇസ്ലാമിനെ എത്തിക്കുക എന്ന ദൗത്യം നമുക്കുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പറയുന്ന എല്ലാ ന്യായവും മാലിക് ഇബ്നു ദീനാർക്കും കൂട്ടർക്കും ഇല്ലേ? ജോലിയില്ലേ? കുടുംബമില്ലേ? നാടില്ലേ? വീടില്ലേ? ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവരവരുടെ നാട്ടിൽ നിന്ന് പ്രിയപ്പെട്ട ഭാര്യയോട് സലാം പറഞ്ഞ് നമ്മുടെ നാട്ടിൽ വന്ന് ഇസ്ലാമിക പ്രബോധനം നടത്തിയതുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന മുസ്ലിമായി ഞാനും നിങ്ങളും. എങ്ങനെ നമ്മൾ മുഹമ്മദായി? എങ്ങനെ നമ്മൾ അഹ്മദായി? എങ്ങനെ നമ്മൾ ആയിഷയായി? എങ്ങനെ നമ്മൾ ഫാത്തിമയായി? അവർ ഈ നാട്ടിൽ വന്ന് ഇസ്ലാം പറഞ്ഞു തന്നു, തൗഹീദ് പറഞ്ഞു തന്നു. നമ്മുടെ നെറ്റിത്തടം വിഗ്രഹങ്ങളുടെ മുന്നിൽ വെക്കേണ്ടതിന് പകരം, കുരിശിന്റെ മുന്നിൽ വെക്കേണ്ടതിന് പകരം റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന മുസ്ലിമുകളായി നമ്മൾ മാറി. ആ ഇസ്ലാം കിട്ടിയ നമ്മളിങ്ങനെ ഒളിപ്പിച്ചു വെക്കാൻ, ഒരാൾക്കും പറഞ്ഞു കൊടുക്കാതെ, ഒരാൾക്കും എത്തിച്ചു കൊടുക്കാതെ, സ്വന്തം നമ്മളുടെ കൂടെ ചേർത്ത് നിൽക്കുന്ന ചങ്ങാതിമാരോട് പോലും, അയൽക്കാരോട് പോലും ഇസ്ലാമിനെ പറ്റി ഒരു ഹർഫ് പറയാതെ നമ്മളിങ്ങനെ മൂടി വെച്ച് നിൽക്കാൻ. സ്വഹാബത്തോ, മക്കയിൽ 2000-ൽ താഴെ സ്വഹാബത്തിന്റെ ഖബറേ ഉള്ളൂ, മദീനയിൽ 10,000-ൽ താഴെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രസംഗത്തിൽ 1,40,40,000-ലധികം സ്വഹാബത്തുണ്ട്. ബാക്കിയുള്ളവരുടെ ഖബർ എവിടെ? പഠിക്കേണ്ട നമ്മള്. ബാക്കിയുള്ള ലക്ഷക്കണക്കിന് സ്വഹാബത്തിന്റെ ഖബർ എവിടെ? ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിന് അവർ യാത്ര ചെയ്തു.
ആഫ്രിക്കയുടെ കടൽ തീരങ്ങളിലെത്തി ഉഖബ റളിയല്ലാഹു തആല പ്രഖ്യാപിച്ചു, കടലെ, നിനക്കപ്പുറം ഒരു നാടുണ്ടെങ്കിൽ, അവിടെ മനുഷ്യരുണ്ടെങ്കിൽ, ഈ കടൽ തിരമാലകളെ ഭേദിച്ച് ഇസ്ലാമുമായി ഞങ്ങൾ അവിടെ എത്തും. അവരാരും പേടിച്ചില്ല, ഒരാളെയും ഭയപ്പെട്ടില്ല. ഇസ്ലാം ഉള്ളിൽ കയറിയപ്പോ മുസ്ലിമീങ്ങളായി ജീവിച്ച് ഈ ആദർശം വ്യത്യസ്തങ്ങളായ മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് അവർ കൈമാറി. അതാണ് ഏറ്റവും വലിയ ചാരിറ്റി. ഭക്ഷണം കൊടുക്കലല്ല. ഭക്ഷണം കൊടുത്താൽ വിശപ്പ് മാറും, വസ്ത്രം കൊടുത്താൽ നഗ്നത മറക്കാം, അതിനൊക്കെ അതിൻ്റെതായ പുണ്യമുണ്ട്. ഇസ്ലാം എത്തിച്ചാൽ, തൗഹീദ് എത്തിച്ചാൽ ഒരു മനുഷ്യന് കൈമാറുന്നത് സ്വർഗമാണ്. തൗഹീദില്ലെങ്കിൽ പോകുന്നത് കൂട്ടരെ ആഖിറമാണ്, പരലോകാണ്. ഏറ്റവും വലിയ ദൗത്യം തൗഹീദ് എത്തിക്കുന്നതാണ്. നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് തൗഹീദ് നമ്മൾ തട്ടിമാറ്റരുത്. അബൂത്വാലിബ് മരണാസന്നമായി കിടക്കാൻ, മരണാസന്നമായി കിടക്കുന്ന അബൂത്വാലിബ്, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അബൂത്വാലിബിനെ പോലെ നബിയെ സ്നേഹിച്ച ആരെങ്കിലും ഉണ്ടോ? 40 കൊല്ലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചത്. ഷഅബ് അബീ ത്വാലിബിന്റെ മലഞ്ചെരുവിൽ പട്ടിണി കിടക്കുമ്പോൾ രാത്രി വന്ന് നബിയെ തട്ടി വിളിക്കും, മുഹമ്മദേ അലിയുടെ വിരിപ്പിൽ ചെന്ന് കിടക്ക്. അലി ആരാ? അബൂ ത്വാലിബിന്റെ മോനാണ്. ഇന്റെ മോന്റെ വിരിപ്പിൽ പോയി കിടക്ക്. അലി മുഹമ്മദിന്റെ വിരിപ്പിൽ ചെന്ന് കിടക്ക്. എന്തിന്? രാത്രി ശത്രുക്കൾ വന്നാൽ മുഹമ്മദാണെന്ന് കരുതി അലിയെ വരിച്ചോട്ടെ, എന്റെ മോൻ പോയാലും കുഴപ്പമില്ല, മുഹമ്മദിനൊന്നും സംഭവിക്കരുത്. എത്ര സ്നേഹിച്ചു ആ മനുഷ്യൻ. മരിക്കാൻ നേരത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറയാണ്, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പൊന്നുമൂത്താപ്പ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയോ. ഇബ്രാഹിം നബി വേണ്ട, ഇസ്മായിൽ നബിയോടല്ല, പടച്ചോനോട് മാത്രമേ പ്രാർത്ഥിക്കൂ എന്ന് പറ മൂത്താപ്പ. എന്താ പറഞ്ഞത്? മക്കത്തെ മുശ്രിക്കീങ്ങളുടെ നേതാക്കന്മാരുണ്ട് ചുറ്റും, അബൂലഹബുണ്ട്, അബൂജഹലുണ്ട്. അവരുടെ ഒറ്റ ചോദ്യമാണ്, അതർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, കാക്കകാരണവന്മാരുടെ മതം വിട്ടു പോവാണോ? അബ്ദുൽ മുത്തലിബിന്റെ ദീന് വിട്ടു പോവാണോ? അബൂ താലിബേ, നമ്മളെ പാരമ്പര്യം, നമ്മുടെ കാക്കകാരണവന്മാർ, നമ്മളെ നേതാക്കന്മാർ, അതൊക്കെ വിട്ട് ഒരു പുതിയ മതം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലയുടെ അരികിൽ നിന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ. അവസാനം അബൂ ത്വാലിബ് എന്താ പറഞ്ഞത്? വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദിൻ മിൻ കുല്ലി അദിയാനിൽ ബരിയത്തി ദീനാ ലൗലൽ മലാമത്തു ഔ ഖസാരി മസബ്ബത്തിൻ ലവജത്തനി സംഹം ബിദാക മുബീനാ. മുഹമ്മദേ, എനിക്കറിയാം നിന്റെ ദീനാണ് സത്യം, ഇസ്ലാമാണ് സത്യം, അല്ലാഹുവല്ലാത്ത ഒരാളോടും ആരാധന പാടില്ല. പലരും പറയുന്നുണ്ടല്ലോ ഇതാണ് സത്യം, എന്നാലും ഭൂരിപക്ഷം, എന്നാലും നാട്ടിലെല്ലാവരും മുഹമ്മദേ ഇതാണ് സത്യം. പക്ഷെ ഇതിലേക്ക് വന്നാൽ, ഈ സത്യം സ്വീകരിച്ചാൽ പരിഹാസം ഉണ്ടാകും, കൂക്കുവിളി ഉണ്ടാകും, ആക്ഷേപം ഉണ്ടാകും. അവസാനം അബൂ ത്വാലിബ് പറഞ്ഞു, അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മതത്തിൽ ഞാൻ മരിക്കാണ്. എന്തിനു വേണ്ടി കൂട്ടരെ? പരിഹാസത്തെ പേടിച്ചു. നാട്ടിലെ ബഹുഭൂരിപക്ഷവും എതിരല്ലേ എന്ന് ചിന്തിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ല വിരോധിക്കുന്നത് വരെ ഞാൻ ഇസ്തിഗ്ഫാറിനെ ചോദിക്കും. അല്ല ജിബ്രീലിനെ പറഞ്ഞയച്ചു, നബിയേ ഇസ്തിഗ്ഫാറിനെ ചോദിക്കാൻ കഴിയില്ല, തൗഹീദിലല്ല മരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചു തന്നു, നാളെ പരലോകത്ത് അബൂ ത്വാലിബിന്റെ ശിക്ഷ 2 ചെരുപ്പ് ധരിപ്പിക്കും, തലയോട്ടി ഉരുകിയൊലിക്കുമാറുള്ള ശിക്ഷ, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ. അബൂ ത്വാലിബിനെ ഞാൻ കണ്ടു. എങ്കിൽ പ്രിയമുള്ളവരെ, തൗഹീദ് മനസ്സിലായാൽ പിന്നെ വേറെന്തെങ്കിലും ഒരു കടമ്പ നമ്മുടെ മുന്നിൽ ഉണ്ടാകരുത്, വേറൊരു കരട് നമ്മുടെ മുന്നിൽ ഉണ്ടാകരുത്. അത് സ്വീകരിക്കാൻ, അത് പ്രഖ്യാപിക്കാൻ, അത് ജനങ്ങളോട് പറയാൻ, ആ പ്രബോധന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. പരമാവധി നന്മകളിൽ നമ്മൾ മത്സരിക്കുക. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. ഇതൊരു വലിയൊരു ഖൈറാണ് ഈ ഒരു സംവിധാനം. നമ്മൾ ചേർന്ന് നിൽക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വന്നപ്പോൾ പള്ളി അടിച്ചു വാരുന്ന ഒരു പെണ്ണിനെ കാണുന്നില്ല. എവിടെയാണെന്ന് ചോദിച്ചു. നബിയെ, അവർ മരണപ്പെട്ടു.
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഖബറിനരികിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്. ലോകാവസാനം വരെ ആ സ്ത്രീയുടെ ചരിത്രം നമ്മൾ വായിക്കും, പഠിക്കും. കാരണം അള്ളാഹുവിൻ്റെ പള്ളിയുമായി ചേർന്ന് നിന്നൊരു പെണ്ണാണ്. നമ്മൾ ഇത്തരം സംവിധാനങ്ങളുമായി ചേർന്ന് നിന്ന് സഹകരിച്ച് മുന്നോട്ട് പോവുക, പരമാവധി നന്മകളിൽ മത്സരിക്കുക, ഹൃദയം കഴുകി ശുദ്ധമാക്കുക. റമളാൻ കഴിയുന്നതോടുകൂടെ നമ്മുടെ പാപങ്ങൾ കഴുകി ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ, ഇഖ്ലാസ് പ്രദാനം ചെയ്യട്ടെ. ഗൾഫ് രാജ്യങ്ങളിൽ പലയിടങ്ങളിലും പരീക്ഷണങ്ങളാണ്, പ്രയാസങ്ങളാണ്. അള്ളാഹുവേ, ഏറ്റവും നല്ല എളുപ്പം നൽകി അനുഗ്രഹിക്കണമേ. ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ തകർത്തെറിയണമേ. മുസ്ലിം സമുദായങ്ങളിൽ, മുസ്ലിം സമൂഹങ്ങളിൽ, മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഫിത്നകൾ ഉണ്ടാക്കുന്ന, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരിൽ അല്ലാഹുവേ നിന്റെ ശിക്ഷ നീ വർഷിപ്പിക്കണമേ. മുസ്ലിം രാജ്യങ്ങളിൽ നിർഭയത്വം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ ഒരുപാട് സഹോദരന്മാർ, ഞങ്ങളുടെ നാട്ടുകാർ, ഞങ്ങളുടെ കുടുംബക്കാർ പലരും പ്രവാസ ലോകങ്ങളിലുണ്ട്. അവർക്കെല്ലാം അവരുടെ ഹൃദയങ്ങളിൽ നിർഭയത്വം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഫലസ്തീനിൽ പരീക്ഷിക്കപ്പെടുന്ന മുസ്ലിം സഹോദരന്മാർ അല്ലാഹുവേ അവർക്ക് അവരുടെ നാട് തിരിച്ചു നൽകി അനുഗ്രഹിക്കണമേ. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ അല്ലാഹുവേ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അമീൻ അമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.